So good evening, everyone. So നമ്മൾ ഇന്ന് ബേസിക്കലി ഓറിയന്റേഷൻ ഉദ്ദേശിക്കുന്ന സോഷ്യോളജി മെയിൻസ് സീരീസ് 2026 സോഷ്യോളജി എക്സാമിനേഷൻ എഴുതുമ്പോൾ 2026 മെയിൻസ് എഴുതുന്ന സമയത്ത് സോഷ്യോളജി ഓപ്ഷണലായിട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് സോഷ്യോളജി ഈ വർഷത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് ഈ വർഷം ഉള്ളത്. ഒരു 80 days ആണ് നമുക്ക് ടോട്ടൽ ഇനി നമുക്ക് സമയം. 80 days താഴെയാണ് ഇനി ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സമയത്തിനുള്ളിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഓപ്ഷനിൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ മാർക്ക് നമുക്ക് പേപ്പർ 1നും പേപ്പർ 2ലും സ്കോർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സെഷനാണ് നമ്മൾ ഇന്നോട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെഷനിൽ ബേസിക്കലി 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സെക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ വർഷത്തെ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള 167ാമത്തെ റാങ്ക് കിട്ടി കാജൽ രാജു, സോഷ്യോളജി ഓപ്ഷനിലാണ്. അപ്പം കാജൽ രാജു ബേസിക്കലി എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ പോയിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു എക്സാമിന്റെ സമയത്ത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു, ആൻസർ റൈറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ഇങ്ങനെയുള്ള ഒരു ഇൻസൈറ്റ്സ് ആദ്യം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതിനുശേഷം വിൽ ഓൾസോ ഡിസ്കസ് അബൌട്ട് ദി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എന്തൊക്കെയാണ് ആൻസർ റൈറ്റിംഗിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഗ്രാം പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം ലെറ്റ്സ് വെൽക്കം കാജൽ to take this session. So Kajal ആയിരിക്കും ഈ സെഷൻ എടുക്കുക കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓഡിബിൾ ആണോ? സോ നമസ്കാരം. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സോഷ്യോളജി ഇപ്പൊ നിങ്ങൾക്ക് മെയിൻസ് ഉണ്ടാവും. അപ്പൊ മെയിൻസിന്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഓപ്ഷണലിനെ കുറിച്ചൊരു നല്ല ധാരണ വേണം. എന്താണ് സോഷ്യോളജി ഓപ്ഷൻ എന്നുള്ളത്? അപ്പൊ നിങ്ങൾ എല്ലാവരും ഓപ്ഷണലിലെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ഏകദേശം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സോഷ്യോളജിയുടെ സിലബസ് നിങ്ങൾ നോക്കിയാൽ അതൊരു കണ്ടന്റ് ഹെവി ഓപ്ഷണൽ അല്ല. ഐ ഫെൽറ്റ് ദാറ്റ് അതിന്റെ സിലബസ് വളരെ ക്രിസ്പാണ്, വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് ഈവൻ നിങ്ങൾ, അതായത് പ്രിപ്പറേഷൻ അല്ല, പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓപ്ഷണൽ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു കേസിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കംഫർട്ടബിളി അതിന്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലാണ് സോഷ്യോളജി. സോ എന്റെ പ്രിപ്പറേഷന്റെ സമയത്ത്, എന്റെ ഇനീഷ്യൽ പ്രിപ്പറേഷന്റെ സമയത്ത് ഞാനൊരു 80% ഓഫ് ദ സിലബസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ സോഷ്യോളജി ക്ലാസ്സസ് നടക്കുന്ന സമയത്ത് തന്നെ വീക്കെൻഡ്സിലൊക്കെ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യായിരുന്നു. ബട്ട് ആൻസേഴ്സ് വെർ നോട്ട് പെർഫെക്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്ന കുറച്ച് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്, ലിറ്ററലി ഡെയിലി നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് അതിലൊരു കോംപ്രമൈസ് ചെയ്യരുത്. യു ഹാവ് ടു പുഷ് യുവർ സെൽഫ്. ഇപ്പൊ ചില ദിവസങ്ങളിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംടൈംസ് നമ്മുടെ ബോഡി ഓർ മൈൻഡ് വോണ്ട് ബി ഇൻ ദാറ്റ് സ്പേസ് ടു റൈറ്റ് ആൻസേഴ്സ്. പക്ഷേ ഇഫ് യു ആർ നോട്ട് റൈറ്റിംഗ് ആൻസേഴ്സ്, അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബ്രെയിൻ സ്റ്റോം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യുക. നിങ്ങൾ എന്തായാലും ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ബിക്കോസ് ആൻസർ റൈറ്റിന്റെ ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്ത് വരുന്നത് ആ ഡെയിലി ആൻസർ റൈറ്റിംഗിലും അതിന് ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ്. അപ്പൊ ഇപ്പോൾ ഞാൻ ജനറലി സോഷ്യോളജി ആൻസേഴ്സും സോഷ്യോളജി പഠിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തരാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഐ വുഡ് സജസ്റ്റ് വുഡ് ബി, സോഷ്യോളജി ഓപ്ഷണലിന്റെ സിലബസ് നന്നായിട്ട് പഠിക്കുക. ഐ മീൻ നോട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ സിലബസ്, അത് നന്നായിട്ട് പഠിക്കുക. അതായത് സോഷ്യോളജി സിലബസ് പേപ്പർ 1 എടുക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്, അതിൽ മെയിൻ കണ്ടന്റ് എന്താണ്, രണ്ടാമത്തെ എന്താണ്, മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്, അങ്ങനെയുള്ള 10 ചാപ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 എന്തൊക്കെയുണ്ട്. ഇത് ഞാൻ പഠിക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം, ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു നല്ല ധാരണ വേണം സോഷ്യോളജി സിലബസിനെ കുറിച്ചിട്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ്ലി നിങ്ങൾക്ക് ആൻസർ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഇത് ഏത് സിലബസ് എന്നാണെന്നൊക്കെ മാപ്പ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ്. ബട്ട് മോർ ദൻ ദാറ്റ്, എനിക്ക് പ്രിപ്പറേഷനിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇഫ് യു നോ ദ സിലബസ്, ഇഫ് യു റിയലി നോ ദ സിലബസ്, പലപ്പോഴും ഒരു ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സിലബസ് വെച്ച് നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. സോ വാട്ട് ഐ മീൻ ഇസ് ദാറ്റ്, ഇപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾ ആ ആൻസർ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ആ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകും പോയിന്റ്സ് കിട്ടാതെ. അപ്പൊ നിങ്ങളിപ്പോൾ GS നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, എക്കണോമിക്, സോഷ്യൽ,
പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റൽ ഇങ്ങനെയുള്ള ആംഗിളുകളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഒപ്പം നമുക്ക് സോഷ്യോളജി ഓപ്ഷനിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സിലബസ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക, സിലബസിലൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ യു നോ ദാറ്റ് ഓക്കെ ജെൻഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, റിലീജിയൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കീവേഡുകൾ നിങ്ങളുടെ മനസ്സിലൂടെ, നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ മനസ്സിലൂടെ റൺ ചെയ്യുന്ന സമയത്ത് ഈ കീവേഡുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ബ്രിങ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. സോ അത് നിങ്ങളുടെ ടൈം സേവ് ചെയ്യും ആൻഡ് നിങ്ങളുടെ പോയിന്റ്സിനെ മൾട്ടി ഡയമെൻഷനിലാക്കും. ആൻഡ് ഓൾവേസ് ആ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ സിലബസ് വൈസ് ഫ്രെയിംവർക്സിലൂടെ നിങ്ങൾ റൺ ചെയ്താൽ. സോ അതാണ് ഞാൻ സിലബസ് ബൈഹാർട്ട് പഠിക്കാനും അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഉണ്ടാവാനും പറയുന്നതിന്റെ ഒരു മെയിൻ കാരണം. സോ ദിസ് you can use in your answer writing. This is something which I realized very late, I think in my second or fourth attempt. ആ ഒരു ഇതിലാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് വെരി വെൽ. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ആ സിലബസ് പഠിക്കുന്നതിന്. അപ്പൊ അത് ഒരു കാര്യമായിട്ട് നിങ്ങൾ മാൻഡേറ്ററി ആക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾ സിലബസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ആ എഫേർട്ട് ഇട്ടിട്ട് സിലബസ് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, ആൻഡ് അതിന്റെ ഗുണം കൂടെ എന്താണ്, ആ പോയിന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സിലബസ് പഠിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PYQ ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ്. PYQs നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു 10 to 15 years ആയിട്ടുള്ള ഒരു PYQസിന്റെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ PYQ എടുത്ത് അനലൈസ് ചെയ്യുക. സോ നൗ യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഈ 10-15 വർഷത്തെ PYQs എടുത്ത് നിങ്ങൾ ഇങ്ങനെ മാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ അല്ലെങ്കിൽ പല വെബ്സൈറ്റ്സിലും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ഹെഡിങ്ങിന് താഴെയായിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ പണി നിങ്ങൾക്കില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഗോ ആൻഡ് ആക്സസ് ദോസ് പേപ്പേഴ്സ്. ആ ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്കിന്റെ അണ്ടറിലായിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ PYQs ആ ഡോക്യുമെന്റ് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ് ടു നോട്ടീസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഏരിയാസും ടോപ്പിക്സും നോക്കുക. ആൻഡ് ആ ഏരിയാസിലും ടോപ്പിക്സിലും തന്നെ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സോ PYQ ബേസ്ഡ് പ്രിപ്പറേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് ആ PYQ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 60-70-75% ഓഫ് ദി സിലബസ് നിങ്ങൾ കവർ ചെയ്യും. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, എന്റെ അടുത്ത് ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ടോപ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയാസിന്റെ ക്വസ്റ്റ്യൻസിനും ഏരിയാസിനും പ്രീ മെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, PYQന് മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കി വെക്കുക, വിച്ച് ഐ കുഡന്റ് ഡു മോസ്റ്റ് ഓഫ് ദ ടൈംസ്. പക്ഷേ വാട്ട് ഐ മെയ്ഡ് ഷുവർ ഇസ് ദാറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഏരിയ ക്ലിയർലി പഠിക്കുക. ക്ലിയർലി പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്താണ് എഴുതാന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓൾമോസ്റ്റ് കണ്ടന്റിൽ ഏകദേശം എന്തൊക്കെ വരണം എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവുക. കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൺക്ലൂഷനിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് 2-3 കൺക്ലൂഷൻ സെറ്റ് ആക്കി വെക്കുക. ആൻഡ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസൊന്നും ടോപ്പിക്സൊന്നും നല്ലൊരു ധാരണ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ നോക്കിയ ഫാമിലി എന്നുള്ള ടോപ്പിക് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പേപ്പർ 2-ന്ന്. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വരാറുണ്ട്, ഡെവലപ്മെന്റ് വരാറുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്ത എക്സാമ്പിൾസും കാര്യങ്ങളും ഡെഫിനിഷൻസും എല്ലാം പഠിച്ചു വെക്കുക. കാരണം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ എഴുതുമ്പോഴും ചോദിക്കും. അപ്പം യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം ദാറ്റ് യു യൂസ് ഫോർ ബ്രെയിൻ സ്റ്റോമിങ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ചിന്തകൾ കൂടുതൽ ടൈം കൊടുക്കാൻ പറ്റും ടു തിങ്ക് ഓഫ് ദി ആൻസർ. അപ്പൊ അത് നിങ്ങൾക്ക് എപ്പോഴും അഡ്വാൻറ്റേജസ് ആയിരിക്കും. ഇപ്പൊ പേപ്പർ 1 എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യോളജിയുടെ ഒറിജിൻ എന്നുള്ള ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അല്ലെങ്കിൽ കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജി പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് തിങ്കേഴ്സ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം, പ്രീ മെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇഫ് യു ക്യാൻ write and keep a notebook for that, please do that. അല്ലെങ്കിൽ at least make sure that you have enough points for all these topics and areas and you have to learn them. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംടൈംസ് ഇനീഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം ഒരു 10 ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഫീഡ്ബാക്കിന് കൊടുക്കുന്നത് മേ ബി ഒരു 5 ആൻസേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ള ആൻസേഴ്സ് നിങ്ങളായിട്ട്
എന്താ പറയുക ഡെയിലി ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. സോ അവിടെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോപ്പേഴ്സ് കോപ്പി എടുക്കുക. എന്നിട്ട് സോഷ്യോളജി ഓൾറെഡി ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എഴുതിയ കോപ്പീസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, യു ക്യാൻ ആക്സസ് ദം. അവർ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പർ കോപ്പി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. വാട്ട് വി യൂഷ്വലി ഡു ഫോർ GS, ദിസ് യു ക്യാൻ ഡു ഫോർ സോഷ്യോളജി ആസ് വെൽ. എന്നിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്യുക, ലൈക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തത്, ആ ആഡ് ചെയ്ത കാര്യങ്ങൾ അവിടെ വേണമായിരുന്നോ വേണ്ടായിരുന്നോ. ചിലപ്പോൾ യു മൈറ്റ് ഹാവ് ബെറ്റർ പോയിന്റ്സ് ദാൻ ദ ടോപ്പർ, ദാറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ ആ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ, കംപ്ലീറ്റ്ലി ആ ടോപ്പർ കോപ്പിയും നിങ്ങളുടെ ആൻസറും മാറിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ പോയിന്റ്സ് ആണ് അവിടെ ലാക്ക് ചെയ്തിരുന്നത് ആ ടോപ്പർ കോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ അങ്ങനെ നിങ്ങൾക്കായിട്ട് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും സംടൈംസ്. അപ്പൊ അതും കൂടെ ആ ഒരു പോസിബിലിറ്റി കൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ടോപ്പിക്, ഇപ്പൊ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും നമ്മളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിന് ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുക. വാട്ട് ഐ മീൻ ഇസ് ഡു നോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദ ടോപ്പിക്, പക്ഷെ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പഠിക്കുക. ഇപ്പൊ സോഷ്യോളജി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്, ഇപ്പൊ ഒരു ടോപ്പിക് ആണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പ്രീമെയ്ഡ് ആയിട്ട് പഠിക്കും. അപ്പൊ അതില് ഇപ്പൊ എല്ലാത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് ലൈക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പൊ ഫാമിലി, കാസ്റ്റ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിന്റെ ഡെഫിനിഷൻസ് നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ ബൈ ഹാർട്ട് പഠിച്ച ഡെഫിനിഷൻ ഉണ്ടാവാൻ വേണ്ടി നോക്കുക. ബിക്കോസ് ഇപ്പൊ നമ്മളൊരു തിങ്കർ പറഞ്ഞ ഡെഫിനിഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ ഓബ്വിയസ്ലി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പേഴ്സണലി നമ്മുടെ ഒരു ഡെഫിനിഷൻ കൊടുക്കാതെ പലപ്പോഴും തിങ്കേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ജനറലി സോഷ്യോളജിയിൽ പറയപ്പെടുന്ന ഡെഫിനിഷൻസ് കൊടുക്കാൻ നോക്കുക. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഫസ്റ്റ്ലി യു സ്റ്റഡി അബൌട്ട് ദ ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടംപററി എക്സാമ്പിൾസ് ഉണ്ടോ, കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ദെൻ യു കം ടു ദ ക്രിറ്റിസിസം പാർട്ട്. ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പലപ്പോഴും ഇതിന് ഒരു ഡബിൾ സൈഡ് ഉള്ളത്, പലപ്പോഴും നമ്മൾ ഈ ക്രിറ്റിസിസം പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ഈ ക്രിറ്റിസിസം എല്ലാം അങ്ങ് എഴുതി വെക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ GS-ലായാലും സോഷ്യോളജിയിലായാലും വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഹിറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ആ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ മനസ്സിലാക്കലാണ് നമ്മുടെ ഒരു ആൻസർ റൈറ്റിംഗിൽ കീ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോ ഒരു കാസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ഡിമാൻഡ് ചെയ്യുന്ന തിങ്കേഴ്സിനെ മാത്രം കൊടുക്കുക. ഓക്കെ, ഡയറക്ട്ലി അതിനെ ഹിറ്റ് ചെയ്യുക, അല്ലാതെ വളഞ്ഞ് എഴുതരുത്. നാച്ചുറലി അത് വായിക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ് പോവും, ആൻഡ് നിങ്ങൾ യു ആർ നോട്ട് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളുടെ മാർക്ക് പോകും, നിങ്ങൾ എത്ര എഴുതിയിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വാട്ട് ഐ വാസ് ടെല്ലിങ് അബൌട്ട് ദ ക്രിറ്റിസിസം ഈസ് ദാറ്റ് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, കുറെ ക്രിറ്റിസിസം പഠിച്ചിട്ട് ക്രിറ്റിസിസം ചിലപ്പോൾ എല്ലാം കൂടെ എഴുതി വെക്കും. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വായിച്ചിട്ട് സംടൈംസ് നമ്മൾ ക്രിറ്റിസിസത്തിന് വളരെ കുറച്ച് വെയിറ്റേജ് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷെ ചില സമയത്ത് ക്വസ്റ്റ്യന്റെ മെജോറിറ്റി പാർട്ടും നമ്മൾ ക്രിറ്റിസിസം ആയിരിക്കണം എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആൻഡ് ദാറ്റ് വുഡ് കം ത്രൂ ഡെയിലി ബേസ് നമ്മൾ ചെയ്യുന്ന ആൻസർ റൈറ്റിംഗിലൂടെയാണ് അത് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് എത്ര പാർട്ടുകൾ ഉണ്ട്, ഓരോ പാർട്ടിനും എത്ര വെയിറ്റേജ് കൊടുക്കണം, ക്രിറ്റിസിസം എഴുതുകയാണെങ്കിൽ എത്ര പോയിന്റ്സ് കൊടുക്കണം, ഇതിന്റെ വെയിറ്റേജ് എത്ര കുറയണം കൂടണം, ഈ ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. ആൻഡ് ക്വസ്റ്റ്യന്റെ അൾട്ടിമേറ്റ് ഡിമാൻഡ് എന്താണ്, ഓക്കെ അവിടെ എന്താണ് കൊടുക്കേണ്ടത്, എക്സാമ്പിൾ എത്ര പോയിന്റ്സിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ദെൻ യു ഹാവ് ടു ഗിവ് ആൻ ആപ്റ്റ് കൺക്ലൂഷൻ. അപ്പൊ പലപ്പോഴും പല ടോപ്പിക്കുകൾക്കും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പ്രീമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ നോക്കുക. ബിക്കോസ് ഈ ടൈം ലിമിറ്റേഷനുള്ളിൽ നമ്മൾ എഴുതുമ്പോൾ എല്ലാത്തിനും നല്ല ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ ചിലപ്പോൾ വരണം എന്നില്ല. പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസിനും നല്ല ഇൻട്രോസ് ആൻഡ് കൺക്ലൂഷൻസ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഓക്കെ, നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ് നിങ്ങൾ പേപ്പർ 1 പേപ്പർ 2 വരുമ്പോൾ, എസ്പെഷ്യലി പേപ്പർ 1 നിങ്ങൾക്ക് അറിയാം തിയറി റിച്ച് ആണ്. അപ്പൊ നിങ്ങൾ സോഷ്യോളജി ഒരിക്കലും ഒരു റോട്ട് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് ബൈഹാർട്ട് പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എഴുതുന്ന ഒരു പേപ്പർ അല്ല. മെമ്മറൈസ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, ദാറ്റ് ഈസ് ട്രൂ. ബട്ട് അൾട്ടിമേറ്റ്ലി അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്, അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് പലപ്പോഴും നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഇപ്പൊ പേപ്പർ 1 ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിയറി ചോദിക്കുന്നുണ്ട്, സംടൈംസ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ് ദി ആൻസർ. ഓക്കെ, പക്ഷെ നമുക്ക് യൂഷ്വലി പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ആ തിയറിനെ കുറിച്ച് പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും, അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനിൽ
ക്വസ്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആ തിയറിയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് ആണ് അതിലേക്ക് കൊടുക്കണ്ടേ എന്നൊരു ധാരണ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു നല്ല ധാരണ വേണം. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ആൻസറിന് കൊടുക്കുക, ചിലപ്പോൾ എക്സാമ്പിൾസ് കൊടുക്കുക, എല്ലാ പോയിന്റിനും എക്സാമ്പിൾ കൊടുക്കാതെ മേജർ ഒരു പോയിന്റിനായിരിക്കാം ചിലപ്പോൾ എക്സാമ്പിൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ധാരണകൾ വേണം. സോ ഇത് വൃത്തിയായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. ആ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ what we have to do is we have to have a strong conceptual clarity about the topics or theories that we study in paper 1. Okay, അതിൽ കോംപ്രമൈസ് ഇല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്കൊരു തിയറി, ഇപ്പൊ മാർക്സിന്റെ ആയാലോ ഡർക്കെയിമിന്റെ ആയാലോ തിയറീസ് നമുക്ക് അറിയാം. ഓക്കെ, പക്ഷെ ആ റിയൽ ചാലഞ്ച് കംസ് വെൻ ഇറ്റ് കംസ് ടു ആൻസർ റൈറ്റിംഗ്. ആൻസർ റൈറ്റിംഗിലേക്ക് ഒരു ക്വസ്റ്റ്യനെ ലിമിറ്റ് ചെയ്ത്, ആ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ചെയ്ത് നമ്മൾ ആൻസർ എഴുതുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റണം ടോപ്പിക്സിനെ. ഏതൊക്കെ ടോപ്പിക് എവിടെയൊക്കെ കൊടുക്കണം, ഏതൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെ കൊടുക്കണം. ആൻഡ് അത് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യുന്നതാണ് ഒരു ചാലഞ്ച്. അപ്പൊ അത് നിങ്ങൾ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യണം. നിങ്ങളുടെ തിയറി അണ്ടർസ്റ്റാൻഡിങ് വളരെ നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, അത് നോൺ നെഗോഷ്യബിൾ ആണ്. അത് നന്നായിട്ട് ചെയ്യുക. ബിക്കോസ് വിത്തൗട്ട് ദാറ്റ് യു കാൺ സ്കോർ വെൽ ഇൻ പേപ്പർ 1. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വലി ഇപ്പൊ തിയറി പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ കോൺസെപ്റ്റ് എന്തുകൊണ്ട് എമേർജ് ചെയ്തു? അതായത് ഇപ്പൊ ഒരു തിങ്കർ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ഇത് കാരണമാണ് അന്നത്തെ ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസ് കാരണമാണ് ഡർക്കെയിം ഇതിനെക്കുറിച്ച് പഠിച്ചത്, അല്ലെങ്കിൽ വെയ്ബർ ഇതിനെക്കുറിച്ച് പഠിച്ചത്. ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് പലപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. സംടൈംസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ആൻസർ റൈറ്റിംഗ്. അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് എന്ത് പ്രോബ്ലത്തെ, സൊസൈറ്റിയിലെ എന്ത് പ്രോബ്ലത്തെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിന്റെ ലിമിറ്റേഷൻ എന്താണ്, ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ട് അടുത്ത തിങ്കർ എന്താണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഹോളിസ്റ്റിക്കലി ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി പലപ്പോഴും ആസ്പിറൻസ് ചോദിക്കുന്ന, അല്ലെങ്കിൽ മൈസെൽഫ് ആസ് എൻ ആസ്പിറന്റ് എനിക്കുണ്ടായിരുന്ന ഒരു സംശയം, തിങ്കേഴ്സിനെ എത്രത്തോളം നമ്മൾ ആൻസേഴ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു ടോപ്പറിന്റെ അടുത്ത് മുന്നേ ചോദിച്ചപ്പോൾ ആ ടോപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞത് മാക്സിമം തിങ്കേഴ്സിനെ അവിടെ ഇവിടെയൊക്കെ എഴുതി എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു ടോപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആവശ്യമുള്ള തിങ്കേഴ്സിനെ മാത്രം എഴുതി. സോ ദിസ് ഇസ് ഓൾവേസ് ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്, തിങ്കേഴ്സിനെ എത്രത്തോളം എഴുതണം എന്നുള്ളത്. മൈസെൽഫ് പേഴ്സണലി ഞാൻ ഈ അറ്റംപ്റ്റ് ചെയ്തത്, ഒരിക്കലും ഞാൻ വേണം എന്ന് വെച്ചിട്ട് ഒരു തിങ്കറിനെ കൊടുത്തിട്ടില്ല. അതായത് തിങ്കറിനെ കൊടുക്കാൻ വേണ്ടി തിങ്കറിനെ കൊടുത്തിട്ടില്ല. പക്ഷെ ഇൻ ദ ക്വസ്റ്റ്യൻസ് വേർ ദാറ്റ് ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് എ തിങ്കർ, നമ്മൾ ഉറപ്പായിട്ട് അത് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഫോർ എക്സാമ്പിൾ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് എവിടെ ചോദിച്ചാലും നമ്മുടെ ഡർക്കെയിമിനെ എക്സ്പെക്ട് ചെയ്യും ഇവാലുവേറ്റ് ചെയ്യുന്ന ആള്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാർക്സിനെ എക്സ്പെക്ട് ചെയ്യും. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴേക്ക് വേറെ പല തിങ്കേഴ്സിനെയും അവർ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് തിങ്കേഴ്സിനെ കൊടുക്കുക എന്നുള്ളത് മാക്സിമം ഒരു പോയിന്റ് ആക്കുക. ബട്ട് വെറുതെ ഇപ്പൊ നമ്മളോട് ഇപ്പൊ കുറച്ച് ജനറൽ ടോപ്പിക്സ് കൊടുക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു തിങ്കറിനെ അവിടെ എഴുതണല്ലോ എന്ന് വെച്ചിട്ട് എഴുതരുത്. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഫ്ലോനെ കളയും. അപ്പൊ ഒരിക്കലും തിങ്കറിനെ വെറുതെ അങ്ങ് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൻസറിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ബട്ട് വെൻ ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ്, വെൻ ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തിങ്കറിനെ ഇടാനുള്ള എഫേർട്ട് എടുക്കണം. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ മേജർലി പറയുന്നത് ആ പേപ്പർ 1-ലുള്ള 6 തിങ്കേഴ്സിനെയാണ്. സോ വെൻ ഐ വാസ് സ്റ്റഡിങ് അബൌട്ട് ദ തിങ്കർ, ഒരു പേർപ്പസ്ഫുള്ളി ഞാനൊരു എഫേർട്ട് ഇട്ടതെന്ന് വെച്ചാൽ, പലപ്പോഴും ഇപ്പൊ നമ്മൾ ഒരു മാർക്സിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പലപ്പോഴും ചിലപ്പോൾ ചില കീവേഡ്സ് നമ്മൾ ആൻസർ റൈറ്റിങ്ങിന് ഒരു ധൃതിയിൽ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യും. So what I used to do was, എനിക്ക് ആ തിങ്കേഴ്സിന്റെ കോൺസെപ്റ്റ്സും ആർഗ്യുമെന്റ്സും സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഐ ഡിഡ് വാസ്, മാർക്സ് എന്ന് എഴുതിയിട്ട് മാർക്സിന്റെ എല്ലാ കോൺസെപ്റ്റ്, അതായത് മാർക്സിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും വരേണ്ട കുറച്ച് ടേമുകൾ ഉണ്ട്. ആ ടേമുകൾ ഞാൻ എഴുതി വെച്ചു. ആൻഡ് പേർപ്പസ്ഫുള്ളി അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. സോ നാച്ചുറലി ഞാൻ മാർക്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഓക്കെ, ആ മസ്റ്റ് ആയിട്ട് വരേണ്ട ടേംസ് എന്റെ ആൻസേഴ്സിൽ വരാൻ തുടങ്ങി. സംടൈംസ് അത് വരാതിരിക്കും എന്നുള്ളൊരു പേടിയിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ആ ടേമുകൾ ആദ്യം തന്നെ എഴുതി വെച്ചു. എന്നിട്ട് അത് പേർപ്പസ്ഫുള്ളി ആൻസേഴ്സിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കി ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഡിമാൻഡിങ്. ഓക്കെ, അതായത് ഞാൻ എഴുതി വെച്ചു, ആ എഴുതി വെച്ച് ചിലപ്പോൾ എല്ലാം ക്വസ്റ്റ്യനിൽ എഴുതണം എന്നുണ്ടാവില്ല, പക്ഷെ ക്വസ്റ്റ്യൻ കൂടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പേർപ്പസ്ഫുള്ളി എഴുതണം എന്നൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതി. ഓക്കെ, അതാണ് തിങ്കറിന്റെ കാര്യത്തിൽ ചെയ്തത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി തിങ്കറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, കമ്പാരിറ്റീവ് ആയിട്ട്
ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഇപ്പം മാർക്സിന്റെ ഡർക്കീമിന്റെ ഒരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് ഹൗ ഡു ദേ ഡിഫർ ഓർ ഹൗ ആർ ദേ സിമിലർ, അല്ലെങ്കിൽ പാർസൺസിന്റെ വേറെ ഏതെങ്കിലും ഒരു തിങ്കറിന്റെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഐ തിങ്ക് 2025 വന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സോ അതിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ആ കമ്പാരിറ്റീവ് സാധനം നമ്മൾ ന്യൂ ആയിട്ട് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആൻസർ റൈറ്റിംഗിന്റെ സമയത്ത് എഴുതുമ്പോഴേക്ക് കുറച്ച് ടൈം അത് കൺസ്യൂം ചെയ്യും. അപ്പൊ ഓൾറെഡി നമുക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് വെരി ഫാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ പ്രീമെയ്ഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓക്കെ, വേറൊരു കാര്യം വാട്ട് യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ ഇസ് ദാറ്റ് പലപ്പോഴും നമ്മുടെ സോഷ്യോളജിയിൽ ഇപ്പൊ ഒരു ട്രെൻഡ് നോക്കിയാൽ പേപ്പർ 1-ലായാലും പേപ്പർ 2-ലായാലും വളരെ ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പം ഇഫ് യു റിമെമ്പർ, ഇഫ് യു ഹാവ് ലുക്ക്ഡ് അറ്റ് പേപ്പർ 2 ഓഫ് 2025, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തോ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസിന്റെയോ അങ്ങനത്തെ ഒക്കെ പേര് GST ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പേപ്പർ 1-ലായാലും പേപ്പർ 2-ലായാലും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സംടൈംസ് നമ്മുടെ ആൻസേഴ്സ് GS പോലെ തന്നെ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ വി ഹാവ് ടു ബി മൈൻഡ്ഫുൾ ആൻഡ് വി ഹാവ് ടു ടേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് ടു മേക്ക് അവർ ആൻസർ സോഷ്യോളജിക്കൽ. സോ എങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് സോഷ്യോളജിക്കലാക്കുക? മോസ്റ്റ്ലി നമ്മൾ സോഷ്യോളജിക്കലാക്കുക എന്ന് പറയുന്നത് നമ്മൾ GS എഴുതുന്ന പോലെ നമ്മൾ ചിന്തിക്കും. എന്നിട്ട് ആ ചിന്തിക്കുന്ന സാധനത്തിനെ നമ്മൾ പലപ്പോഴും സോഷ്യോളജിയിൽ പഠിച്ച എന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിട്ടോ തിയറി ആയിട്ടോ കോൺസെപ്റ്റ് ആയിട്ടോ ഒക്കെ ലിങ്ക് ചെയ്യാൻ നോക്കും. ആൻഡ് ആ ലിങ്കിങ് ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കണം, വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യരുത്. അതിനേക്കാൾ നല്ലത് പ്ലെയിൻ ആയിട്ട് എഴുതുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൻസറിന്റെ എല്ലാ പോയിന്റും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ഏതെങ്കിലും 1-2 പോയിന്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡു ദാറ്റ് എഫേർട്ട്, ലൈക്ക് ടേക്ക് ദാറ്റ് എഫേർട്ട് ആൻഡ് ഡു ദാറ്റ്. ഓക്കെ, അത് നല്ലതായിരിക്കും. അപ്പൊ സോഷ്യോളജിക്കൽ ആക്കുക എന്ന് പറയുമ്പോൾ അവർ തിങ്കറിനെ കൊണ്ടുവരിക, തിയറീസുമായിട്ട് കണക്ട് ചെയ്യുക, സോഷ്യോളജിക്കൽ കീവേഡ്സ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോ GS എഴുതുവാണെങ്കിൽ, ഇപ്പൊ സൊസൈറ്റിയിൽ എഴുതുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇൻഇക്വാലിറ്റി എന്നായിരിക്കും പറയാം. ചിലപ്പോൾ നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു വാക്കിന് ചിലപ്പോൾ നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ടേമുകൾ, സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള വാക്ക്, ഓക്കെ, ക്ലാസ് എന്നുള്ള വാക്ക്, അപ്പൊ അങ്ങനെയുള്ള ടേമുകൾ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള കീവേഡുകൾ ആൻസറിൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ലൈക്ക് ഡോണ്ട് മേക്ക് ഇറ്റ് ലുക്ക് ആർട്ടിഫിഷ്യൽ, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ഫ്ലോ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ നോക്കുക. Then I have already told you about the ready-made definitions. Like repeated ആയിട്ട് വരുന്ന പല കോൺസെപ്റ്റ്സിനും നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഒരു ആൻസറിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് ആലോചിക്കുക. ഓക്കെ, അതായത് ഇപ്പം എന്താ പറയാ, ഒരേ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ അപ്പൊ നമുക്ക് ഇപ്പം പല രീതിയിലുള്ള അനാലിസിസ് ചെയ്യാം. ഇപ്പൊ പെസിൽ അനാലിസിസ് നമ്മൾ GS ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിന്റെ ഫ്രെയിംവർക്കുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള മാക്സിമം മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് എന്താ പറയാ തിങ്കിങ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ആ രീതിയിൽ മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് കൊണ്ടുവരാൻ നോക്കുക. ആൻഡ് ദാറ്റ് വുഡ് അഗെയിൻ കം വിത്ത് പ്രാക്ടീസ് ഓൺലി. നിങ്ങൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡെയിലി ആൻസേഴ്സ് എഴുതിയിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതുകയാണെങ്കിൽ അവർ അതിന്റെ കീ റിലീസ് ചെയ്യും. അപ്പൊ ആ കീ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും ഡയമെൻഷൻ ആ കീയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ നൗ യു നോ ദാറ്റ് ഇങ്ങനൊരു സാധനം വരുന്ന സമയത്ത്
ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലേക്ക് എന്താ പറയാ, നമ്മുടെ പോയിന്റ്സിനെ അലൈൻ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് അപ്പൊ നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇപ്പൊ മറക്കുന്ന പോയിന്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ടു നോട്ട് ഇറ്റ് ഡൗൺ. ആര്യ ഗായത്രി, എനിക്ക് തോന്നുന്നു ഡൗട്ട് ആണോ, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ആയതായിരിക്കും. ഇഫ് ഇറ്റ്സ് ഓക്കെ ഫൈൻ. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻസർ റൈറ്റിംഗിൽ ഇന്റർലിങ്കേജസ് ആണ്. ഇത് പലപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് പേപ്പർ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ ആണ് അതെങ്കിൽ നമ്മൾ പേപ്പർ 1ന്റെ കണ്ടന്റ്സ് മാത്രം അതിലേക്ക് എഴുതും. പേപ്പർ 2ന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പേപ്പർ 2ന്റെ കണ്ടന്റ്സ് മാത്രം എഴുതും. പക്ഷെ അപ്പൊ എന്താ പറ്റുക, പേപ്പർ 2 ചിലപ്പോൾ നമ്മൾ അത്രയും തിങ്കേഴ്സിനെ പഠിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കറിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പേപ്പർ 1ലേക്ക് നമുക്ക് ഒരുപാട് തിങ്കേഴ്സും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ആൻഡ് ഇപ്പം നമുക്ക് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടിലും ചോദിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് രണ്ടിലും ചോദിക്കുന്നുണ്ട്. പേപ്പർ 2 നമ്മൾ പലപ്പോഴും ജനറൽ ആണെന്ന് പറയുമ്പോഴും പേപ്പർ 2 റിയലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പേപ്പർ 1 വളരെ തിയറട്ടിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള GSish ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ കണക്റ്റഡ് ആണ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അപ്പൊ വാട്ട് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് യു ക്യാൻ do this interlinkage between paper 1 and paper 2. പേപ്പർ 1ലുള്ള തിയറിസ്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, പേപ്പർ 2ലുള്ള കോൺസെപ്റ്റുകളെ പേപ്പർ 1ലേക്ക് കൊണ്ടുപോകാം. ഇത് നിങ്ങൾക്ക് വളരെ ഫ്ലൂയിഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. വളരെ നാച്ചുറൽ ആയിട്ട് ആ ഒരു പ്രോസസ്സ്, ആ ഒരു നാക്ക് ഓഫ് ആൻസർ റൈറ്റിംഗ് നിങ്ങൾക്ക് വരണം. അതെങ്ങനെയാണ് നിങ്ങൾ വരിക, ഡെയിലി ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് കീ നോക്കി എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്താണ് അത് വരേണ്ടത്. സോ അതിനൊരു എന്താ പറയാ എഫേർട്ട് എടുക്കാനുള്ള ശ്രമം നടത്തും. ഓക്കെ, ഇനി നമ്മൾ ജനറലി ഒരു ടോപ്പിക്കിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഡെഫിനിഷൻ ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക, തിങ്കറിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ ക്രിറ്റിസിസം പഠിക്കുക, കണ്ടംപററി റെലവൻസ് ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നോക്കുക, കൺക്ലൂഷൻ നോക്കുക. ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടൊരു ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു ടോപ്പിക്കിനെ പഠിക്കാൻ നോക്കുക. ആൻഡ് പലപ്പോഴും നിങ്ങളിപ്പം ടോപ്പിക്കുകൾ നമ്മളൊരു ഇന്റർലിങ്കേജ് വരുന്നുണ്ട്. ഇപ്പം പലപ്പോഴും ഇപ്പൊ ഫാമിലി ജെൻഡർ എന്നുള്ള രണ്ട് സംഭവങ്ങൾ പലപ്പോഴും ഇന്റർലിങ്ക് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഫാമിലിയിലുള്ള ജെൻഡർ ഡൈനമിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇൻഇക്വാലിറ്റി എങ്ങനെയാണ് പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് ബൈ ജെൻഡർ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജെൻഡർ റോൾസ് ഇൻ ഫാമിലി, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിലീജനും സോഷ്യൽ ചേഞ്ചും, റിലീജൻ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിലേക്ക് നയിക്കുന്നത്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിലേക്ക് നയിക്കുന്നത്, ടെക്നോളജി എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിലേക്ക് നയിക്കുന്നത്, കമ്മ്യൂണലിസം ആ ഒരു ആംഗിള്, അതും സൊസൈറ്റൽ ഫാക്ടേഴ്സും, അങ്ങനെയുള്ള ഒരുപാട് ലിങ്കേജസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കൂടെ ടോപ്പിക്കുകൾ പ്രെഡിക്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ദാറ്റ് വുഡ് ഓൾസോ ബി യൂസ്ഫുൾ. ഓക്കെ, പിന്നെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് വെസ്റ്റേൺ തിങ്കേഴ്സിനെ ആൻസേഴ്സിൽ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഡോണ്ട് ലിമിറ്റ് യുവർ ആൻസേഴ്സ് ടു വെസ്റ്റേൺ തിങ്കേഴ്സ്. ഇന്ത്യൻ തിങ്കേഴ്സിനെ കൂടെ അഗ്രസീവ്ലി പേപ്പറിലേക്ക് കൊണ്ടുവരണം. അതായത് ഇന്ത്യൻ തിങ്കേഴ്സിന് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരണ്ട, ഓക്കെ ഓബ്വിയസ്ലി, പക്ഷെ മാക്സിമം അവരുടെ ആവശ്യങ്ങൾ വരുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ തിങ്കേഴ്സിനെ മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പേപ്പർ ഇവാലുവേഷനിലൊക്കെ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇന്ത്യൻ തിങ്കേഴ്സിനെ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജി കൂടെയാണ് എഴുതുന്നത്. അപ്പൊ ആ ഇന്ത്യൻ തിങ്കേഴ്സിന്റെ ഒരു മിസ്സിങ് ചിലപ്പം ഫീൽ ചെയ്യപ്പെടാം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. Then what you can do is you can also integrate current affairs into the preparation. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ ഇപ്പൊ ടെലിഗ്രാം ചാനൽസ് ഉണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്. അപ്പൊ അവരുടെ #ടാഗ് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും. ഇപ്പൊ സോഷ്യൽ ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ സോഷ്യൽ ചേഞ്ചിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ വരും. യു ഡോണ്ട് ഹാവ് ടു റീഡ് ദ ന്യൂസ് റിപ്പോർട്ട്സ് എക്സ്റ്റെൻസീവ്ലി. അതിലുള്ള മെയിൻ ആർഗ്യുമെന്റ് മാത്രം നോക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ റീസെന്റ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടാവും, അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ഉപയോഗിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പൊ NFHS സർവേയുടെ ഒരു ഡേറ്റ തുടങ്ങാം, അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഡേറ്റ, പോവർട്ടിനെ കുറിച്ചുള്ള ഡേറ്റ. അപ്പൊ GS നിങ്ങൾ പഠിക്കുന്ന പല ഡേറ്റയും നിങ്ങൾക്ക് സോഷ്യോളജിയിലും ഉപയോഗിക്കാൻ പറ്റും. നോട്ട് ലൈക്ക് യു ഹാവ് ടു മേക്ക് യുവർ ആൻസേഴ്സ് ഓൾ ഡേറ്റ റിച്ച്, അങ്ങനെയല്ല. ഡേറ്റകൾ ആവശ്യമായിട്ട് വരുമ്പോൾ എസ്പെഷ്യലി ഇൻ പേപ്പർ 2 നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾസും അതിനനുസരിച്ച് എന്താ പറയുക, നോവൽ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ഒരേ മെറ്റീരിയലാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും പലപ്പോഴും ഒരേ എക്സാമ്പിൾ ആയിരിക്കും. സംടൈംസ് വെൻ യു പ്രിപ്പയർ ആ ഹോളിസ്റ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമ്പിൾസും നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ ChatGPT-യിലൊക്കെ എന്താ പറയുക ഇട്ട് നോക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളുടേതായ ഒരു എക്സാമ്പിൾ തന്നെ അതിന് കൊണ്ടുവരാൻ ശ്രമിച്ച ആൻസേഴ്സിനൊരു യുണീക്നെസ് ഉണ്ടാവും. ഓക്കെ,
എസ്പെഷ്യലി എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം കാസ്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മൈഗ്രേഷൻ, ഗിഗ് ഇക്കോണമി, അൺഎംപ്ലോയ്മെന്റ്, ഡിജിറ്റൽ ഡിവൈഡ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡേറ്റ റിപ്പോർട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കാം. എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് പലപ്പോഴും കോട്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ മൂവ്മെന്റുകളുടെ പേര്, ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ് ഒക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ചിലപ്പോൾ നമ്മൾ എഴുതേണ്ടി വരും. വിമൻസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസസിന്റെ മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്. അപ്പൊ ഇതിനൊക്കെ എന്ത് ഓൾറെഡി കയ്യിൽ ഉണ്ടാവണം, എക്സാമ്പിൾസ് ഉണ്ടാവണം. ഓക്കെ, സംടൈംസ് യു ഷുഡ് ഓൾസോ, സംടൈംസ് അല്ല, നിങ്ങൾക്ക് എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയഗ്രാംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. അത് ലൈക്ക് അഗൈൻ നിങ്ങൾ ഫ്ലോ ചാർട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കണ്ട, പക്ഷെ അതിന്റെ ഒരു ഡിമാൻഡ് തോന്നുവാണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, സംടൈംസ് പേപ്പർ 2 ട്രൈബ്സിന്റെ ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സ്കോപ്പ് അവിടെ ഉള്ളത് ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് പല സ്ഥലത്തുള്ള ട്രൈബ്സിന്റെ പേര് മാർക്ക് ചെയ്ത് വെക്കുക, നമ്മൾ GS ലൊക്കെ ചെയ്യുന്ന പോലെ. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ സോഷ്യോളജി ഓൾസോ. ഇപ്പം പേപ്പർ 1 ഒരു തിയറി ചോദിക്കുകയാണെങ്കിൽ ആ തിയറിയുടെ ഒരു സമ്മറൈസിങ് സാധനം ഒരു ഫ്ലോ ചാർട്ടിന്റെ പോലെ നമുക്ക് സൈഡിൽ വരച്ചു വെക്കാൻ പറ്റും. സോ മേ ബി ഇഫ് ദാറ്റ് person is not evaluating the answer, he or she might look into that flow chart or diagram. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ മേ ബി ആ മാർക്ക് കിട്ടും. സോ അങ്ങനെയുള്ള ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസും ഉപയോഗിക്കാൻ, അതും നമുക്ക് അപ്പം ഫ്ലോ ചാർട്ട്സ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല, അതും നിങ്ങളുടെ ഓൾറെഡി കയ്യിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. യെസ്, പിന്നെ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിന്റെ സ്ട്രക്ചർ അറിയാം. ഇൻട്രോ ആണ്, കണ്ടന്റ് ആണ്, ദെൻ കൺക്ലൂഷൻ ആണ്. അപ്പൊ ഇൻട്രോയിൽ തന്നെ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഡേറ്റയോ ഡേറ്റ അല്ലെങ്കിൽ എക്സാമ്പിൾ, കണ്ടംപററി റെലവൻസ് ഉള്ള എക്സാമ്പിൾ, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെഫിനിഷൻ തുടങ്ങാം. കണ്ടന്റിലേക്ക് വരുമ്പോൾ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൽ സബ് ഹെഡിങ്സ് ഒക്കെ ആയിട്ട് പോയിന്റ്സ് എഴുതുക. അതിന് ചിലപ്പം 5 പോയിന്റ്സ് ആണെങ്കിൽ മേ ബി ഒരു 2 പോയിന്റ്സിന് എക്സാമ്പിൾ കൊടുക്കുക. ദെൻ സംടൈംസ് യു വിൽ ഹാവ് ടു റൈറ്റ് ക്രിറ്റിസിസം. ദെൻ ഒരു ബാലൻസ്ഡ്, ഒരു ഫോർവേഡ് ലുക്കിംഗ് കൺക്ലൂഷൻ, ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളത്, ഒരിക്കലും എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകരുത്. യെസ്, ഇനി എനിക്ക് തോന്നുന്ന ഒരു ഫൈനൽ സാധനം പറയാനുള്ളത്, ഒരു ടെസ്റ്റ് സീരീസ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് സംടൈം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താ, ഇപ്പൊ ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് ഐ വുഡ് ആസ്ക് യു ടു ഡു ഇസ്, നിങ്ങളൊരു ഫുൾ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു യുവർ ടൈമിംഗ്. നിങ്ങൾ ആ ഫുൾ 3 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ബട്ട് വെൻ യു റൈറ്റ് ഡെയിലി ആൻസേഴ്സ് യു സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി. അപ്പൊ ആ ഡെയിലി ആൻസേഴ്സ് നമ്മൾ ടെസ്റ്റിനേക്കാൾ ഫ്രീക്വന്റ് ആയിട്ട് എഴുതുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡെയിലി ആൻസേഴ്സ് എഴുതുമ്പോൾ ക്വാളിറ്റി കൂടി വരും. ആൻഡ് നാച്ചുറലി ഈ ക്വാളിറ്റി നിങ്ങൾക്ക് ഏതിലേക്ക്, ടെസ്റ്റുകളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സമയം ക്വാളിറ്റിയും കൂടെ നോക്കുക. പ്രസന്റേഷൻ യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ ഓഫ്, സ്ട്രക്ചറിങ് ദി ആൻസർ, ഡിമാൻഡ് അനുസരിച്ച് അഡ്രസ് ചെയ്യുന്നത്, ടൈമിംഗ്, ഇതെല്ലാം നോക്കണം. ഇനീഷ്യലി ദെയർ വുഡ് ബി ഡിഫിക്കൽട്ടീസ്, അതിൽ ഒരു സംശയമില്ല. അപ്പം ഇനീഷ്യലി ആ ഒരു പ്രഷർ വരുമ്പോഴേക്കും അതിൽ ഭയങ്കര പാനിക് ഒന്നും ആവരുത്. എല്ലാവർക്കും ആ ഡിഫിക്കൽട്ടി ഉണ്ട്. 3 മണിക്കൂറിനുള്ളിൽ ഇത്ര എഴുതാന്ന് പറയുന്നത് ഈസി അല്ല. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് റൈറ്റിംഗ് സ്പീഡ് ഉണ്ട്. റൈറ്റിംഗ് സ്പീഡിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ തിങ്കിങ് സ്പീഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങൾ ഡെയിലി ആൻസർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അപ്പം എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിങ് പെട്ടെന്ന് നടന്നാൽ യുവർ ആൻസേഴ്സ് വുഡ് ബി ടൈംലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊരു പ്രശ്നം വരില്ല. അപ്പൊ ആ ബ്രെയിൻ സ്റ്റോമിങ് സ്പീഡ് എങ്ങനെയായാലും ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് ആ ബ്രെയിൻ സ്റ്റോമിങ് സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് നിങ്ങൾക്ക് ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞിട്ട് ഡോണ്ട് ലീവ് യുവർ പേപ്പർ അസൈഡ്. ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞിട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ആ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ ആൻസറിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്? കാരണം നെക്സ്റ്റ് ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരരുത്. അതായത് ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമം നെക്സ്റ്റ് ടെസ്റ്റ് സീരീസിലേക്ക് കൊണ്ടുവരണം. അതാണ് ആ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നത്. അപ്പം ഇഫ് യു ക്യാൻ റിയലി നോട്ട് ഇറ്റ് ഡൗൺ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ്സിംഗ് ആവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കുഞ്ഞു നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത ടെസ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ആൻസേഴ്സ് എഴുതുമ്പോൾ അത് പേർപ്പസ്ഫുള്ളി അത് മാറ്റണം എന്ന് വെച്ചിട്ട് തന്നെ ആൻസർ എഴുതുക. ചിലപ്പോൾ 2-3 കാര്യങ്ങൾ മാറും, 2-3 കാര്യങ്ങൾ മാറില്ല. ബട്ട് ഡോണ്ട് വറി, ബട്ട് യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഡു ദിസ് വെരി കൺസിസ്റ്റന്റ്ലി. അപ്പോൾ മാർക്കിലേക്ക് ആദ്യം ഒബ്സസ്ഡ് ആവരുത്. ചിലപ്പോൾ ആദ്യമൊക്കെ മാർക്ക് വളരെ കുറവായിരിക്കും കിട്ടുന്നത്, ഐ ഹാവ് ഓൾസോ ഗോട്ട് ഇറ്റ്. പക്ഷെ അതിൽ ഒബ്സസ്ഡ് ആവാതെ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതുക, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വിത്ത് റിഗാർഡ് ടു സോഷ്യോളജി പ്രിപ്പറേഷൻ ഓർ ആൻസർ റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഐ ഫീൽ ദ പ്രിപ്പറേഷൻ വുഡ് ബി ലൈക്ക് സ്മൂത്ത്. എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് വേണേൽ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ടും ചോദിക്കാം.
ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ദേവി ചോദിച്ചോളൂ. സർ ഗുഡ് ഈവനിങ് ആൻഡ് മാം ഗുഡ് ഈവനിങ്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും സോഷ്യോളജിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മാഗസിൻ എന്തെങ്കിലും റെഫർ ചെയ്തിരുന്നോ? ലൈക്ക് ഐ സി എ നമ്പർ ഓഫ് മാഗസിൻസ് ഓൺലൈൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്തിരുന്നോ ഫോർ സോഷ്യോളജി സ്പെസിഫിക്കലി? റൈറ്റ്. ഞാൻ അങ്ങനെ മാഗസിൻ നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്ന മാഗസിൻസ് ഒന്നും റെഫർ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിതിൻ സാങ്വാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് നോട്ട് വെരി എക്സ്റ്റെൻസീവ്ലി. എൻ്റെ മോസ്റ്റ് സോഴ്സസ് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ക്ലാസ് നോട്ട്സ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പല പല ട്രിവാൻഡ്രത്തുള്ള പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നോട്ട്സ് ഉണ്ടാവുമല്ലോ, ആ നോട്ട്സ് എല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിലും നമ്മൾ കംപ്ലീറ്റ് കണ്ടന്റ് നമുക്ക് കിട്ടില്ല, എവിടെയെങ്കിലൊക്കെ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പൊ അത് ഫില്ല് ചെയ്യാനാണ് പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നോട്ട്സ് എടുത്തത്. ദെൻ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കറണ്ട് അഫയേഴ്സിന്റെ മാഗസിൻസ് റിലീസ് ചെയ്യാറുണ്ട് സോഷ്യോളജിന്. അപ്പൊ ആ മാഗസിൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ചാനൽസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ പേപ്പർ 2 ഐ ഹവ് ഓൾസോ യൂസ്ഡ് ഇഗ്നോ നോട്ട്സ്. ഇഗ്നോയുടെ സോഷ്യോളജിയുടെ പേപ്പർ 2ന്റെ ചില കണ്ടന്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു മാഗസിൻ ആസ് സച്ച് വേറെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ അല്ലാതെ വേറെ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാം, നിതിൻ സംഗ്വാന്റെ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുന്നത് ബെറ്റർ ആണോ, അതോ വേറെ ഏതെങ്കിലും റെഫർ ചെയ്യുന്നതാണോ? ടെക്സ്റ്റ് ബുക്സ് എനിക്ക് നിതിൻ സാങ്വാന്റെ ടെക്സ്റ്റ് ബുക്ക് അത്ര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല പേഴ്സണലി. ബിക്കോസ് ഭയങ്കര കണ്ടന്റ് റിച്ച് ആണ് ആൻഡ് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് അതിൽ. അപ്പൊ നമ്മൾ ഭയങ്കര ഓവർവെൽംഡ് ആയി പോകും, ലൈക്ക് ഇത്രയും തിങ്കേഴ്സിനെ പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തി. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. ലൈക്ക് വേറെ പല ടോപ്പേഴ്സിനും നിതിൻ സാങ്വാൻ എക്സ്റ്റെൻസീവ്ലി റെഫർ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും സജസ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഐ ഹാവ് മോസ്റ്റ്ലി യൂസ്ഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നോട്ട്ബുക്സും അവർ തരുന്ന സോഴ്സസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ. ഞാൻ പറയുന്നത് നിതിൻ സാങ്വാൻ വായിച്ചിട്ടില്ല എന്നത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു വലിയ കാര്യത്തിൽ മിസ് ഔട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇഫ് യു ആർ വെരി മച്ച് റിലൈങ് ഓൺ അതർ സോഴ്സസ്. വേറെന്തെങ്കിലും? വേറെ ചോദ്യങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, വേറെ ആർക്കും ഇല്ലല്ലോ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറ്റലിന്റെ സെഷൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എല്ലാരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാജൽ. സോ ബേസിക്കലി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് 2026 ചെയ്യുമ്പോൾ ഇപ്പൊ കാജൽ എങ്ങനെയായിരുന്നു, കാജലിന്റെ പ്രിപ്പറേഷന്റെ ഒരു സ്റ്റോറി, അതുപോലെ തന്നെ എങ്ങനത്തോളം പ്രിപ്പറേഷൻ ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് എഫക്റ്റീവ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന്റെ ടിപ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇപ്പൊ 2026 മെയിൻസിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്തേക്ക് 2026 മെയിൻസ് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യോളജി ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യോളജിന്റെ ടെസ്റ്റിന്റെ മാർക്കിലേക്ക് വരുമ്പോൾ യു ക്യാൻ സീ എ പാരഡോക്സ്. എന്താ ഈ പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ആസ്പിറൻസിന് എല്ലാ കൊല്ലം ഉണ്ടാകുന്ന ഒരു പാരഡോക്സ് ആണ്. ആളുകൾ ഈ പേപ്പർ 1, കാരണം പേപ്പർ 1 എന്താണ്, മോർ തിയറിയാണ്. സോ തിയറി ഓറിയന്റഡ് ആയ പേപ്പർ ആയതുകൊണ്ട് പേപ്പർ 1 ഈസി ആയിട്ട് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും. അപ്പൊ പേപ്പർ 1 വളരെ കോൺഫിഡന്റ് ആയിരിക്കും, നല്ല രീതിയിൽ തിങ്കേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, കോൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അവർക്ക് അറിയാം കൃത്യമായിട്ട് പേപ്പർ 1 എന്താണ്, അതിനകത്ത് നോളജിന്റെ ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പേപ്പർ 1 എന്താണ് വളരെ കംഫർട്ടബിൾ ആയി വളരെ കോൺഫിഡന്റ് ആയിരിക്കും. പക്ഷെ എപ്പോഴും ആസ്പിറൻസ്, സോഷ്യോളജി ആസ്പിറൻസിന് ഇൻ ജനറൽ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ വളരെ കോൺഫിഡൻസ് കുറവുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പേപ്പർ 2 ആയിരിക്കും. പേപ്പർ 2 ഓഫ് സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഇന്ത്യൻ സോഷ്യോളജിയാണ്. വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ സോഷ്യോളജി കോഡിഫൈഡ് അല്ല, കാരണം ഒരു 1950s ശേഷമാണ് ഇന്ത്യൻ സോഷ്യോളജി ഡെവലപ്പ് ആവുന്നത് അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സോഷ്യോളജി വലിയ രീതിയിൽ കോഡിഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ സോഷ്യോളജിയിൽ വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഡൗട്ടാണ്.
അതേപോലെ തന്നെ ദേ ഓൾസോ ഫീൽ ലൈക്ക് ഇന്ത്യൻ സോഷ്യോളജി ആകുമ്പോൾ കുറെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2014 ശേഷം അല്ലെങ്കിൽ ലാസ്റ്റ് 10 years കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്. അതായത് ബേസിക്കലി ഒരു മോഡി ഗവൺമെന്റ് അല്ലെങ്കിൽ NDA ഗവൺമെന്റ് പോവർട്ടി കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പോളിസീസ് എന്തൊക്കെ സ്കീംസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ എന്താണ് GS-ലും നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ GS2ന്റെ ഭാഗമായിട്ടും GS1ന്റെ ഭാഗമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവർട്ടി അലിവേഷൻ സ്കീംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സോഷ്യോളജിയിൽ ജനറൽ സ്റ്റഡീസിൽ നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ചിലപ്പോൾ എവിടെയും ചോദിക്കാം, സോഷ്യോളജി പേപ്പർ 2ലും ചോദിക്കാം. അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു കോൺഫിഡൻസ് കുറവാണ് ആസ്പിരൻസിനെ സംബന്ധിച്ചോളം. പേപ്പർ 2 എന്ന് പറയുന്നത് വലിയ രീതിയിൽ പഠിച്ചിട്ടില്ല, മാർക്ക് കുറയാനായിരിക്കും ചാൻസ്. പക്ഷെ ഫൈനലി റിസൾട്ട് വരുമ്പോൾ എന്താ കാണാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള പേപ്പർ 1-ന് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവും, പേപ്പർ 2-ന് വളരെ മാർക്ക് കുറവും. ഈവൻ പേപ്പർ 2-ലൊക്കെ 170+ ഒക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്ന പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഇതൊരു 125-ലേക്ക് ആകാറുണ്ട്. പക്ഷെ 140, 145-ലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാജലിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലാസ്റ്റ് ഇയർ ആണ് കാജൽ നമ്മളെ സോഷ്യോളജിസ്റ്റ് എന്റെ കീഴിൽ ബേസിക്കലി ടെസ്റ്റ് സീരീസ് എടുക്കാൻ വരുന്നത്. ആ സമയത്ത് കാജലിന്റെ ബേസിക്കലി പേപ്പർ 1-ന്റെ സ്കോർ, അതായത് ലാസ്റ്റ് ഇയർ 2024 മെയിൻസിന്റെ സ്കോർ എന്ന് പറയുന്നത് ബേസിക്കലി 99 മാർക്കായിരുന്നു. പക്ഷെ ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുത്ത അതിനുശേഷം കാജലിന്റെ ഈ വർഷത്തെ പേപ്പർ 1-ന്റെ സ്കോർ എന്ന് പറയുന്നത് 140 മാർക്കാണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു ഇംപ്രൂവ്മെന്റ് വരാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പാരഡോക്സ് വരാനുള്ള മേജർ റീസൺസ് ഉണ്ട്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1-നകത്ത് നമുക്ക് നോക്കുമ്പോൾ പേപ്പർ 1-ല് തിയറിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിയറി എല്ലാം കാണാതെ പഠിക്കും. നമുക്കറിയാം മാക്സ് എന്ത് പറഞ്ഞു, വെബർ എന്താ പറഞ്ഞത്, അതുപോലെ തന്നെ ഇപ്പൊ അല്ലെങ്കിൽ മെർട്ടൺ എന്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള തിങ്കേഴ്സിന്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ തിങ്കേഴ്സ് എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അതേപോലെ കാണാതെ പഠിക്കും. അപ്പൊ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ഈ തിങ്കേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് UPSC-യിലെ പേപ്പർ 2-ല് സോഷ്യോളജിയിലെ ഒരു 80% ക്വസ്റ്റ്യൻസോളം എന്താണ് PYQന്റെ റിപ്പീറ്റേഷൻ ആണ്. പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയതായിട്ട് ചോദിച്ചാലായി, അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും പേപ്പർ 1-ൽ വരിക എന്നുള്ളത് വളരെ ചാൻസ് കുറവാണ്. അപ്പൊ 99% ക്വസ്റ്റ്യൻസും എക്സെപ്ഷൻ ഇനി ഏതെങ്കിലും ഒരു വർഷമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് വന്നത്, പക്ഷെ ഓൾമോസ്റ്റ് 100% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾ പഠിച്ചത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കേറി ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് കാൾ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി പിടിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കാൾ മാർക്സിന്റെ ഡെഫിനിഷൻ, കാൾ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും എല്ലാ തിയറിയും നമ്മൾ എന്ത് ചെയ്ത് വെക്കും, എഴുതി വെക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു 2026-ൽ ഈ ഒരു കാൾ മാർക്സിന്റെ തിയറി എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ റെലവെന്റ് ആയിട്ട് എഴുതും എന്നുള്ളതിനെ പറ്റി ആലോചിക്കില്ല. നമ്മൾ പഠിച്ചു അതേപോലെ ഡംപ് ചെയ്തു നോക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ അതേപോലെ അഡ്രസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യില്ല, മാർക്ക് വരില്ല. കാരണം കാൾ മാർക്സിന്റെ തിയറി അറിയാത്ത ആരും ആ എക്സാമിനേഷൻ എഴുതുന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഈ തിയറി എഴുതുന്നുണ്ടാവും, എല്ലാവരും എന്തെങ്കിലും കാൾ മാർക്സിന്റെ ഡെഫിനിഷൻ അതേപോലെ എഴുതുകയും ചെയ്യും. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റെലവെന്റ് ആയിട്ട് ആൻസർ എഴുതും എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. വെറുതെ കണ്ടന്റ് അതേപോലെ നമ്മൾ ഡംപ് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടണം. ബാക്കിയുള്ളവരുടെ ആൻസറിൽ നിന്ന് നമുക്ക് എങ്ങനെയോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാക്കാം. പക്ഷെ പേപ്പർ 2-ലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അധികം കണ്ടന്റ് ഇല്ല എന്നുള്ളൊരു വിചാരം നമുക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാവുന്നതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഇന്റർലിങ്ക് ചെയ്ത് എഴുതാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യില്ല, ഡംപ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന നോളജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രൈ ടു ഇന്റർലിങ്ക് കണ്ടന്റ് വിത്ത് ഡിഫറെന്റ് ആസ്പെക്ട്സിൽ നമ്മൾ ലിങ്ക് ചെയ്ത് എഴുതാൻ തുടങ്ങും. അങ്ങനെ ലിങ്ക് എഴുതിക്കുമ്പോൾ അവസാനം ആൻസർ വരുമ്പോൾ ദ ആൻസർ വിൽ ലുക്ക് ലൈക്ക് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആൻസർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എക്സാമിന് തോന്നുന്നത് എന്താണ്, ദിസ് പേഴ്സൺ റിയലി നോട്ട് സോഷ്യോളജി, കാരണം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യോളജിയിലെ കോൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ലിങ്ക് ചെയ്താണ് പഠിച്ചിരിക്കുന്നത് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ പേപ്പർ 2-ൽ കൂടുതൽ മാർക്ക് കിട്ടും. അപ്പം ഇതാണ് ബേസിക്കലി ഒരു പാരഡോക്സ്. സ്റ്റുഡൻസിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ 1-ൽ നല്ല മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, പേപ്പർ 2-ൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ പേപ്പർ 2-ലായിരിക്കും കൂടുതൽ കമ്പയർ ടു പേപ്പർ 1. അത് മീൻസ് മാർക്ക് വലിയ കുറവൊന്നുമില്ല. ഇപ്പൊ പേപ്പർ 1-ൽ 140 സ്കോർ ചെയ്യുമ്പോൾ പേപ്പർ 2-ൽ 150 സ്കോർ ചെയ്യും. പക്ഷെ സ്റ്റുഡൻസ് എഴുതുന്ന സമയത്ത്, ആസ്പിരൻസ് എഴുതുന്ന സമയത്ത് ദേ ബിലീവ് ദാറ്റ് ഒരു 120-ന്റെ മുകളിലൊന്നും പോകില്ല എന്ന് വിചാരിക്കുന്നതായിരിക്കും പേപ്പർ 2-ൽ. പക്ഷെ എന്ത് ചെയ്യും, പേപ്പർ 2-ൽ മാർക്ക് സ്കോർ ചെയ്യും. അതേപോലെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് ദ സ്കോറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും മറ്റു ഓപ്ഷനുകൾ പോലെയല്ല, എല്ലാ വർഷവും 300-ന്റെ മുകളിലേക്ക് ആളുകൾ സ്കോർ ചെയ്യുന്ന ഒരു പേപ്പറാണ് സോഷ്യോളജി. അപ്പം സോഷ്യോളജി എന്താണ്, റിലേറ്റീവ്ലി എന്താണ് ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 270, 280-ലേക്കൊക്കെ സോഷ്യോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് സ്കോറിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 300+ എല്ലാ വർഷവും ആളുകൾ സ്കോർ ചെയ്യുന്ന പേപ്പറാണ്. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വർഷങ്ങളൊക്കെ എഴുതുമ്പോൾ ചില ആളുകൾക്ക് 240 അല്ലെങ്കിൽ 250 എത്തുന്ന ആളുകളുണ്ട്. 250 എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി മറ്റു ഓപ്ഷൻ, മലയാളം പോലുള്ള ഓപ്ഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 280 ആണ് അവരുടെ ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ
സോഷ്യോളജിയിൽ ഒരു 300+ തന്നെയാണ് ടോപ്പർ. അപ്പൊ ചില ഓപ്ഷനുകളിൽ ബേസിക്കലി എന്താ ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ദേ ആർ നോട്ട് ഏബിൾ ടു സ്കോർ വെൽ. എന്താണ് ഈ ഒരു ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സോഷ്യോളജി നമ്മൾ തിയറി പഠിക്കുന്നു, ആ തിയറി അതേപോലെ എഴുതുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തിയറി ഡയറക്റ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, പക്ഷെ ആ തിയറി അതേപോലെ എഴുതി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ തിയറി നമ്മൾ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പ്രസന്റ് ലെവലിൽ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പ്രസന്റ് ലെവലിലേക്ക് ഈ തിയറിയെ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് പഠിച്ചുള്ള പല സാധനങ്ങളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, കാൾ മാക്സ് പറയുന്നു, കാൾ മാക്സ് ഏലിനേഷനെ പറ്റി പറയുന്നു. ഈ ഏലിനേഷനെ പറ്റി പറഞ്ഞ കാൾ മാക്സിനെ പറഞ്ഞ ഏലിനേഷൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്വിഗ്ഗി വർക്കേഴ്സിനെ പറ്റി പറയാം, അല്ലെങ്കിൽ ഊബർ ഓട്ടോക്കാരെ പറ്റി പറയാം. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൾ മാക്സ് ഇതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ GS പഠിക്കുന്ന അതേ എക്സാമ്പിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇന്റർലിങ്ക് ചെയ്ത് ആ തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ തിയറി അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ rather than just writing the theory, if you are also able to apply the theory to the ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സാമ്പിൾസിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം കോമൺ സെൻസിനെ പറ്റി, പേപ്പർ 1 കോമൺ സെൻസിനെ പറ്റി UPSC റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ഒരു ചോദ്യം വരും കോമൺ സെൻസിനെ പറ്റി. ഈ കോമൺ സെൻസിനെ പറ്റി ചോദ്യ പേപ്പർ ഇല്ലാത്ത ഒരു UPSC ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പക്ഷെ ഈ കോമൺ സെൻസിന് എല്ലാവരും എഴുതുന്ന ഒരു എക്സാമ്പിൾ ആണ് എമിലി ഡർക്കെയിമിന്റെ ബേസിക്കലി എന്താണ് സൂയിസൈഡിനെ പറ്റിയുള്ള എക്സാമ്പിൾ. ഈ സൂയിസൈഡിനെ പറ്റിയുള്ള എക്സാമ്പിൾ എല്ലാ കോമൺ സെൻസിലും എന്താണ് കോമൺ ആയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളൊരു പുതുമ ഉള്ള രീതിയിലേക്ക് ഒരു ആൻസർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു എക്സാമ്പിൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും. അപ്പം വളരെ ഇന്നത്തെ 2025 അല്ലെങ്കിൽ 26 നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ 2026 റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിളുകൂടെ എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ 2020 എഴുതുന്നതും 2010 എഴുതുന്നതും നമ്മളൊരു വ്യത്യാസം ഉണ്ടാവില്ല. എസ്പെഷ്യലി സോഷ്യോളജി നമ്മൾ കുറെ എക്സാമ്പിൾ ഈ തിയറിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അറിയാതെ ഒരു ടെൻഡൻസി നമുക്ക് വരും പഴയ എക്സാമ്പിളുകൾ മാത്രം എഴുതി പോകാൻ വേണ്ടിയിട്ട്. പഴയ എക്സാമ്പിളുകൾ എഴുതണം, സൂയിസൈഡ് എഴുതണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ പുതിയ എക്സാമ്പിളൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടി ബെറ്റർ ആയി നിൽക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 250 സ്കോർ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ പേപ്പർ 1 എഴുതുമ്പോൾ നേരത്തെ കാജൽ പറഞ്ഞതാണ്, പേപ്പർ 1 എഴുതുമ്പോൾ നമ്മൾ പേപ്പർ 1 എക്സാമ്പിളുകൾ മാത്രം എഴുതും, അല്ലെങ്കിൽ പേപ്പർ 1 തിയറി മാത്രം എഴുതും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും എന്ത് എഴുതരുത്. നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഇന്റഗ്രേറ്റ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ബിക്കോസ് ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇത് രണ്ടും എന്താണ്, ആക്ച്വലി സോഷ്യോളജിയാണ്. പക്ഷെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ 1 തിങ്കേഴ്സിനെ മാത്രം എഴുതരുത്, പേപ്പർ 2 എന്താണ്, ഇന്ത്യൻ തിങ്കേഴ്സ് ആണ്. അപ്പൊ ഇന്ത്യൻ തിങ്കേഴ്സും ഇന്ത്യൻ പെർസ്പെക്റ്റീവ് കൂടി എന്ത് ചെയ്യാൻ നോക്കുക, ആൻസറിലേക്ക് കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ആൻസർ എന്ത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ബേസിക്കലി അനദർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മെയിൻസിന് പഠിക്കുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് സോഷ്യോളജിനെക്കാട്ടും GSന്റെ ആൻസേഴ്സ് ആയിരിക്കും എഴുതുക. കാരണം ജനറൽ സ്റ്റഡീസിൽ നമുക്ക് GS1 ഉണ്ട്, GS2 ഉണ്ട്, GS3 ഉണ്ട്, GS4 ഉണ്ട്, SC ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ പേപ്പർ അവിടെ എഴുതാനുണ്ട്. പക്ഷെ ഓപ്ഷനിൽ വരുമ്പോൾ ആകെ 2 പേപ്പർ എഴുതാനുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് ടെസ്റ്റ് യു വിൽ ബി റൈറ്റിംഗ് മോർ വിത്ത് GS rather than ഓപ്ഷണൽ. So what will happen that there will be always GSന്റെ ഒരു ഫോർമാറ്റ് റൈറ്റിംഗ് ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, സോഷ്യോളജി ആൻസർ എഴുതുമ്പോഴും അതുപോലെ കയറി വരും. അത് GSൽ എഴുതുന്ന പോലെ ജസ്റ്റ് 1 വേർഡുകൾ ഇട്ട് കീവേഡുകൾ മാത്രം ഇട്ട് ആൻസർ എഴുതി പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഷ്യോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കുറച്ചൊരു എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള അതല്ലെങ്കിൽ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് ആണ്. അതായത് ആൻസർ എഴുതുക എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഒരു ടെസ്റ്റ് സീരീസ് എഴുതി അത് മാർക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ആ ആൻസറിൽ എന്താണോ ഫീഡ്ബാക്ക് നോക്കി ആ ഫീഡ്ബാക്ക് അടുത്ത വർഷം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇതൊരു റിപ്പീറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ ആൻസറിൽ കൊണ്ടുവരുന്ന ഡിഫറൻസസ് മോണോട്ടോണസ് ആയിട്ട് റൈറ്റിംഗ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എന്ത് ചെയ്യാം, ആൻസറിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ആൻസേഴ്സ് ബെറ്റർ ആവുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് ഒരു ആൻസർ കാണിച്ചു. ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷം കാജൽ ആൻസർ എഴുതി, കാജലിന്റെ ആൻസേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം അവൾ ടെസ്റ്റ് സീരീസിന് വേണ്ടി എഴുതിയാണ്. ഇപ്പൊ ഇവിടെ ആൻസേഴ്സിലേക്ക് നോക്കിക്കേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടു വാട്ട് എക്സ്റ്റെന്റ് ക്യാൻ വെബർ തിയറി ഓഫ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് കൺസിഡർ ആസ് എ കോംപ്രിഹെൻസീവ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. അപ്പൊ ചോദിച്ചിരുന്ന പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് പറയുന്ന തിയറി ബേസിക്കലി ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസത്തിന് എങ്ങനെയാണ് വെബറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കണ്ട് അറിയാൻ പറ്റും, ആദ്യം തന്നെ വെബറിനെ യൂസ് ചെയ്തിട്ടുണ്ട്, എന്താണ് പ്രൊട്ടസ്റ്റന്റിലെ എത്തിക്സിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ലിങ്കേജസ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് അത് തമ്മിലുള്ള പോയിന്റ്സ് നോക്കിക്കുക. ഇവിടെ പോയിന്റ്സിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റ്സ് എഴുതുന്നതിന് മുമ്പ് ചെറിയൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതും എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ പോയിന്റും ഇവിടെ GSനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ലൈനിലേക്ക് എഴുതുന്ന
പോയിന്റ്സുകളെ, ഇവിടെ പോയിന്റ്സിന്റെ വലിപ്പം നോക്കി 1, 2, 3, 4. അപ്പൊ ചില പോയിന്റ്സുകൾക്ക് ചിലപ്പോൾ 2 പോയിന്റ് 2 ലൈൻ മതിയായിരിക്കും. പക്ഷെ ചില പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ബ്രെഡ്ത്തില് കുറച്ചുകൂടി ലെങ്ത്തിൽ എഴുതേണ്ടി വരും. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വലിയ പോയിന്റുകൾ എഴുതാൻ പറ്റണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊണ്ട് ഓരോ പോയിന്റിന്റെ വലിപ്പം നോക്കി ഒന്ന് വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നോക്കിക്കേ, സിൻസ് ദ ഫാക്ട് ഓഫ് human is prefixed via theory of predestination, there was no need to mediator between God and humans, heading to scientific and rational thinking, a major prerequisite for innovation. അപ്പൊ കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോഷ്യോളജി ആൻസർ എഴുതുമ്പോൾ GS-നെക്കാട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്പർ ഓഫ് പോയിന്റ്സിലല്ല നമുക്ക് ഇമ്പോർട്ടൻസ്, റാദർ ദാൻ ക്വാളിറ്റി ഓഫ് പോയിന്റ്സിലാണ്. ഓക്കെ, പക്ഷെ GS-ലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വേണം, ക്വാളിറ്റി ഓഫ് പോയിന്റും വേണം, ഓൾസോ എന്താണ് നമ്പർ ഓഫ് പോയിന്റ്സും വേണം. ഒരു 8-10 പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരു പാർട്ടിൽ വേണ്ടി വരും. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് 3, 4 അല്ലെങ്കിൽ 5 പോയിന്റ് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം, പോയിന്റ്സ് സബ്സ്റ്റാൻഷിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കണം. അപ്പൊ നമ്മൾ എന്താണ്, കുറച്ചുകൂടി ചെറിയ പോയിന്റ് എഴുതാതെ എന്ത് ചെയ്യണം, കുറച്ചുകൂടി അത്യാവശ്യം അതിന് വേണ്ട രീതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പോയിന്റുകൾ എഴുതാം. അതേപോലെ ക്രിറ്റിസിസം എഴുതിയിട്ടുണ്ട്. ക്രിറ്റിസിസത്തിനകത്ത് എന്താണ്, ബേസിക്കലി ക്രിറ്റിസിസം കൃത്യമായിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ക്രിറ്റിസിസം ചോദിച്ചുകൊണ്ട് 3-4 ക്രിറ്റിസിസം എഴുതുന്നു, അതിനൊരു കൺക്ലൂഷൻ എഴുതുന്നു. ഇനി ഇതുപോലെ തന്നെയല്ല പല മോഡൽ കണ്ട്, ഇപ്പൊ ഓരോ ആൻസർ എഴുതുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണോ കാറ്റിൽ എഴുതി നോക്കി, അടുത്ത ആൻസറിലേക്ക് വരുമ്പോൾ അതിന്റെ ഫോർമാറ്റ് മാറി. ഇപ്പൊ ഇവിടെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചിലതിൽ നമ്മളിത് പഴയ ആൻസേഴ്സ് ആണ്. അപ്പൊ ബേസിക്കലി ഇതിൽ നിന്നൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തിയാണ് ഫൈനലി എഴുതുമ്പോഴേക്ക് വന്നത് നമ്മുടെ ബെസ്റ്റ് ആൻസർ എവിടെയാണ് വരിക, ദ ബെസ്റ്റ് ആൻസർ വിൽ കം ഇൻ ദി എക്സാമിനേഷൻ ഹോൾ. അതുവരെ നിങ്ങൾക്ക് എന്താണ്, ബേസിക്കലി എക്സാമിനേഷൻ ഹോളിൽ എത്തുന്നവരെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ആൻസർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ ഓരോരുത്തരും എല്ലാ ടോപ്പേഴ്സും ആൻസേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതി തന്നെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കിയാൽ വെബറിനെ പറ്റിയുള്ള ഐഡിയൽ ടൈപ്പിനെ പറ്റിയുള്ള ചോദ്യമാണ്. സോ ഐഡിയൽ ടൈപ്പിന് ബേസിക്കലി വെബർ എന്താണ് പറയുന്നത്, എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഐഡിയൽ ടൈപ്പ്, അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായ എക്സാമ്പിൾസ് ഹൈലൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഇവിടെ ഓരോ കീവേഡുകൾ കൃത്യമായിട്ട് എന്താണ് ബേസിക്കലി ചോദ്യം എന്താണ്, വെബറിന്റെ ഐഡിയൽ ടൈപ്പ് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒറ്റ വേർഡിൽ എഴുതാം. പക്ഷെ അതിനുള്ള എക്സാമ്പിൾസിൽ നോക്കിക്കേ, കൃത്യമായിട്ട് ആ എക്സാമ്പിൾസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നോക്കി 1, 2, 3, 4 ലൈനിലേക്കാണ് ഇവിടെ എക്സാമ്പിൾസ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബേസിക്കലി ക്ലാസിഫിക്കേഷൻസ് നോക്കിക്കോ, ഓരോന്നിനും കൃത്യമായി എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐഡിയൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബേസിക്കലി എന്താണ് ഇതിന്റെ ഒരു ഇത് ഓരോ പോയിന്റ്സും എന്താണ് കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. സോ ഇത് ചില ഇംപ്രൂവ്മെന്റ്സ് പല സ്ഥലങ്ങളിൽ വരുത്താനുണ്ട്. ഞാൻ പറയുന്നത് ബേസിക്കലി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഈ മാർക്കിന്റെ കാര്യം ഇപ്പൊ നോക്കണ്ട. സോ അതേപോലെ തന്നെ എന്താണ് ഇതൊക്കെ ഇതിനകത്ത് അതോറിറ്റി എന്താണ്, ലീഗൽ അതോറിറ്റി, റാഷണൽ അതോറിറ്റി, ഓരോ അതോറിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് എല്ലാ ആൻസറിനും എന്താണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇതിപ്പോ കാറ്റിൽ മാത്രം ഇങ്ങനെ എഴുതി നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ടോപ്പേഴ്സിന്റെ നമ്പർ നമ്മൾ പേപ്പർ എടുത്ത് നോക്കുക. ഇപ്പൊ ബേസിക്കലി രാജേശ്വരി എന്ന് പറയുന്നത് ബേസിക്കലി ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്കർ ആണ്. ഈ സെക്കൻഡ് റാങ്കറിന്റെ പോയിന്റുകൾ നോക്കിക്കുക നിങ്ങൾ, ഇതേപോലെ തന്നെയാണ് ബേസിക്കലി നോക്കിയാൽ കാറ്റിൽ എഴുതിയ പോലെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. നോക്കിയാൽ വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് 3-4 പോയിന്റ് എഴുതുന്നു, അതിനകത്ത് എക്സാമ്പിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പോയിന്റ്സിന് കൃത്യമായിട്ട് എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആൻസർ എഴുതുമ്പം പൊതുവെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ വിൽ റൈറ്റ് ഇൻ എ GS ഫോർമാറ്റിൽ തന്നെ സോഷ്യോളജിന്റെ ആൻസർ എഴുതും. ഇവിടെ നമ്പർ ഓഫ് പോയിന്റ്സിന് എന്തല്ല വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോയിന്റ്സ് വളരെ കുറച്ച് ഇതിനകത്തുള്ളൂ. ഇപ്പൊ 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ് ആണ് ഈ ഒരു ആൻസർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ 3 പോയിന്റിലും എന്താണ് ക്വാളിറ്റി ഓഫ് ആൻസർ, കൃത്യമായിട്ട് എന്താണ് ആൻസർ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, പല ടോപ്പേഴ്സിന്റെ ആൻസർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി ഇതുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കുക, GS-ലാണെങ്കിൽ ഇത് ഒരൊറ്റ ലൈനിൽ നിൽക്കേണ്ട എക്സാമ്പിളാണ്, ഒറ്റ ലൈനിൽ നിൽക്കേണ്ട എക്സാമ്പിൾ. പക്ഷെ ഇവിടെ നോക്കിക്കുക എത്ര ലൈനിലേക്ക് എക്സാമ്പിളുകൾ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിക്കുക. കൃത്യമായിട്ട് എന്താണ് നമ്പർ ഓഫ് പോയിന്റ്സ് കുറവായിരിക്കും, പക്ഷെ എന്താണ് എക്സാമ്പിൾസ് എണ്ണം കൂടുതലുണ്ടാവും, കൃത്യമായുള്ള പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇവിടെ സെൽഫ് എക്സ്പ്ലനേറ്ററി പോയിന്റുകൾ എഴുതുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം, അപ്പൊ നമുക്കൊരു ആൻസറിന്റെ ഫോർമാറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് GS ലെവലിലേക്ക് ആൻസർ എഴുതാതെ കുറച്ചുകൂടി സോഷ്യോളജിക്കലി ആൻസർ എഴുതുക എന്നുള്ളതാണ്. സോഷ്യോളജിക്കലി ആൻസർ എഴുതുമ്പോൾ വെറുതെ തിയറി മാത്രം എഴുതുകയല്ല, നമ്മൾ കറണ്ട് അഫേഴ്സിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കുറെ സാധനം മാഗസിൻസോ ഇതൊന്നും വായിക്കണമെന്നില്ല. നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ GS2-നും 3-ക്കും പഠിക്കുന്ന പല സാധനങ്ങളും ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലൂടെ നമ്മൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെഷനിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ബെറ്റർ ആക്കാൻ പറ്റും. അതേപോലെ പോയിന്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പോയിന്റ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ രീതിയിലായിരിക്കും. ഇപ്പൊ 2026 തന്നെ പലപ്പോഴും ഈ മെയിൻസ് എഴുതുന്ന സമയത്ത് ആസ്പിറൻസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
10 ചാപ്റ്റർ ആണ് പേപ്പർ 1-ലുള്ളത് അല്ലെ. സോ പേപ്പർ 1-ലുള്ള 10 ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എപ്പോഴും തിങ്കേഴ്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയ തിങ്കേഴ്സിൽ 6 തിങ്കേഴ്സ് ആണ് നമുക്ക് പേപ്പർ 1-ൽ പഠിക്കാനുള്ളത്. ഈ 6 തിങ്കേഴ്സിനെ ഭയങ്കരമായിട്ട് പഠിക്കും. കാരണം 6 തിങ്കേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് നോക്കിയ തിങ്കേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മാർക്കാണ്. 60 മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കിന്റെ 2 കമ്പൽസറി ക്വസ്റ്റ്യൻ, സോ 20 മാർക്ക് അതെന്തായാലും എഴുതണം. പിന്നീടുള്ള 20 മാർക്കിന്റെ 2 എന്താണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് എഴുതാതെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു ബേസിക്കലി എക്സാം എഴുതുക. അതായത് മിനിമം കമ്പൽസറി ആയിട്ട് വന്നത് ആകെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ബേസിക്കലി സോഷ്യോളജിക്കൽ തിങ്കേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് വന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 3 ചാപ്റ്റർ മാത്രം എടുത്ത് നോക്കിക്കേ. ഈ 3 ചാപ്റ്ററിൽ നിന്ന് തന്നെ മാത്രം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 120 മാർക്കിനാണ് ബേസിക്കലി ആദ്യത്തെ 3 വളരെ സിമ്പിൾ ആയ ചാപ്റ്ററാണ്. പക്ഷെ ആ 3 ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ്. അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി തിങ്കേഴ്സിന്റെ ചാപ്റ്ററിന് ആകെ വന്നത് ബേസിക്കലി കമ്പൽസറി ക്വസ്റ്റ്യൻ 20 പിന്നെ 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിലുള്ള 20 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ക്യാൻ ബി സ്കിപ്ഡ്. ഓക്കെ, ആ രീതിയിൽ. കാരണം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമുക്ക് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ മതി എഴുതിയാൽ മതി. അപ്പം വളരെ എന്താണ് മാർക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിങ്കേഴ്സിലായിരിക്കും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ സ്കോറിംഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ് സ്കോറിംഗ് വരുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഇപ്പൊ സ്ട്രാറ്റിഫിക്കേഷന്റെ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ 40 മാർക്ക് സ്ട്രാറ്റിഫിക്കേഷൻ വന്നു. എക്കണോമിക് ലൈഫിൽ നിന്ന് പൊതുവെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവായിരിക്കും. ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വരിക, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്റെ വരാം. സോ ഒരു 20 മാർക്ക് റേഞ്ചിലാണ് അത് വരിക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. സോഷ്യൽ മൂവ്മെന്റ്സ് എന്താണ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് ബേസിക്കലി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ റിലീജിയനിൽ നിന്ന് 10 മാർക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാറി വരാം. അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് കിൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിന്ന് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഫാമിലി. ഒരു 50-60 മാർക്ക് മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഹൈ ഹിറ്റ് ഏരിയാസ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് സോഷ്യൽ ചേഞ്ചിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓൾമോസ്റ്റ് എന്താണ് ഇത്രയും മാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തിങ്കേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹൈ ഹിറ്റ് ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. വളരെ ലെസ് എഫോർട്ടിൽ തന്നെ നമുക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വർഷം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വാല്യൂഡേഷൻ ക്ലാസ്സിലൊക്കെ വി വിൽ ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കും. ഇനി പേപ്പർ 2ലേക്ക് നോക്കിക്കേ. പേപ്പർ 2 പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. പേപ്പർ 2 നേരത്തെയും അപ്പം ഒരാൾ ചോദിക്കുകയുണ്ടായില്ല എന്താണ് ബേസിക്കലി കറണ്ട് അഫേഴ്സിന് വേണ്ടി ഏത് മാഗസിൻസ് അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈ പേപ്പർ 2 എല്ലാ സോഷ്യോളജി ആസ്പിറൻസിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 2 എന്ന് പറയുന്നത് ദേ വിൽ ഇക്വേറ്റ് വിത്ത് കറണ്ട് അഫേഴ്സ്. അതായത് പേപ്പർ 2 എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ 2 എങ്ങനെ കിട്ടുന്നതാണ്. ഇത് പാസ്സായവർക്കും കുറെ പേർക്കും ഉള്ള ധാരണ. കാരണം അവർക്ക് അറിയില്ല പേപ്പർ 2 എങ്ങനെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം റാങ്ക് കിട്ടിയവരും വിചാരിക്കുന്ന പേപ്പർ 2 എന്ന് പറഞ്ഞ കറണ്ട് അഫേഴ്സ് ആണ്. എങ്ങനെയൊക്കെയോ മാർക്ക് കിട്ടി, പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്തു അങ്ങനെയൊക്കെ കിട്ടി എന്നൊക്കെ കുറെ പേര് വിചാരിക്കും. പക്ഷെ പേപ്പർ 2 റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും, കാരണം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഇതാന്ന് വെച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പേപ്പർ 2 കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് ആകെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആകെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫേഴ്സ് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഈ പോവർട്ടി അലിവേഷൻ ലാസ്റ്റ് 10 ഇയേഴ്സിലുള്ള പ്രോഗ്രാംസിനെ പറ്റി ചോദിച്ചു. അതുപോലെ എൻവയോൺമെന്റുമായി റിലേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റ് ഡിഗ്രേഡേഷനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചു. ബാക്കി എല്ലാം സ്റ്റാറ്റിക് പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസാ. ബാക്കി ഈ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബാക്കി എല്ലാം നമുക്ക് എന്താണ് തിയറി ഓറിയന്റഡ് ആയ സ്റ്റാറ്റിക് പാർട്ടാണ്. അതായത് സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ് ഓഫ് സ്റ്റഡീസിൽ തന്നെ 50 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പോസ്റ്റ് കൊളോണിയൽ മൂവ്മെന്റ് 10 മാർക്ക്. റൂറൽ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയെ പറ്റി 40 മാർക്ക്. കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ട്രൈബൽ കമ്മ്യൂണിറ്റിനെ പറ്റി 10 മാർക്ക്. സോഷ്യൽ ക്ലാസസ് ഇൻ ഇന്ത്യനെ പറ്റി 40 മാർക്ക്. സിസ്റ്റം ഓഫ് കിൻഷിപ്പിനെ പറ്റി 10 മാർക്ക്. റൂറൽ ആൻഡ് അഗ്രേറിയൻ 40 മാർക്ക്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ പറ്റി 80 മാർക്ക്. അതേപോലെ തന്നെ പോളിസി 30 മാർക്ക്. അത് ബേസിക്കലി ഈ സയൻസസ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന ചാപ്റ്ററിൽ ആകെ ബേസിക്കലി ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് പേപ്പർ 2 കറണ്ട് അഫേഴ്സ് എന്നുള്ളത് നമ്മൾ എന്താണ് നമ്മൾ അതിനെ ഓവർ എംഫസൈസ് ചെയ്യുന്നതാണ്. ഈ പറയുന്നത്ര കറണ്ട് അഫേഴ്സ് ബേസിക്കലി പേപ്പർ 2 ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കറണ്ട് അഫേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ധരിക്കുന്നത് ചിലപ്പോൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് വിചാരിക്കുന്നത് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പേപ്പർ 2 ആയതുകൊണ്ട് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യനോ അതല്ലെങ്കിൽ നമ്മളൊരു കറണ്ട് അഫേഴ്സ് എന്ന് ഡയറക്റ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പോലെ തോന്നും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഷ്യൽ മിഡിൽ ക്ലാസ് മൂവ്മെന്റ്, ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നിയത് ഒരു കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ തിയറിയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി നമ്മൾ എന്താണ് നമ്മൾ ബുക്കിൽ നോക്കി അത് ജസ്റ്റ് പഠിച്ചാൽ അത് എഴുതി
വെച്ചാൽ മതി. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓവർ എംഫസൈസ് ചെയ്യേണ്ട കാര്യമില്ല പേപ്പർ 2ലേക്ക്. പക്ഷേ യെസ്, ദർ ക്യാൻ ബി 1 or 2, 3 ക്വസ്റ്റ്യൻസ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് അഫയേഴ്സ് ഓൾസോ. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷവും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ മാത്രമായിട്ടുള്ള സെഷൻസ് ഉണ്ടാവും. ഈ സെഷൻസിൽ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ അഡ്രസ് ചെയ്യുകയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ നമുക്ക് തിയറിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ട്, അത് നമുക്ക് ഒന്നും അറിയില്ല കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ, പക്ഷെ നമുക്ക് ആ തിയറിയുമായി ബന്ധപ്പെടുത്തി എഴുതണം. അതേപോലെ തന്നെ വെറുതെ തിയറിയിൽ നിന്ന് കാൾ മാർക്സ് അങ്ങനെ ലിങ്ക് ചെയ്യൽ മാത്രമല്ല, സ്വന്തം പെർസ്പെക്റ്റീവിലൂടെ എങ്ങനെ പോയിന്റ്സുകൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഈ സെഷനിലൂടെ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ബേസിക്കലി നമ്മളെ പ്രോഗ്രാം ബേസിക്കലി ഇന്ന് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാണ്. ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ജൂൺ 15-നാണ്. സോ ജൂൺ 15-ന് തുടങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത് എന്താണ്, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതേപോലെ തന്നെ എക്കണോമി ആൻഡ് ലൈഫ്, ദെൻ പൊളിറ്റിക്കൽ ലൈഫാണ്, പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. ബേസിക്കലി ആദ്യത്തെ 3 ചാപ്റ്റർ ആണ് ആദ്യത്തെ ടെസ്റ്റിൽ വരുന്നത്. ഈ ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഓരോ ചാപ്റ്ററിന്റെയും വാല്യൂ അഡിഷൻ സെഷൻസ് ഉണ്ടാവും. ഈ വാല്യൂ അഡിഷൻ സെഷനിൽ വാട്ട് വി വിൽ ബി ഫോക്കസിംഗ് ഓൺ, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ ക്ലാരിറ്റി ഓൺ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്. What is the problem here is that many people do not have the clarity what exactly the concept is. So we will be focusing on the clarity of the concept. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മെർട്ടന്റെ തിയറി ചോദിക്കുമ്പോൾ എന്താണ് എക്സാക്ട്ലി ആ തിയറി എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പൊ സാൻസ്ക്രിതൈസേഷൻ മിക്ക വർഷങ്ങളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ സാൻസ്ക്രിതൈസേഷൻ എന്താണെന്ന് എഴുതുന്ന സമയത്ത് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പ്രോപ്പർലി ഡിഫൈൻ വാട്ട് ഈസ് സാൻസ്ക്രിതൈസേഷൻ, സോ എക്സാമിനർ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു യു ആർ നോട്ട് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് സാൻസ്ക്രിതൈസേഷൻ. സോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് സാൻസ്ക്രിതൈസേഷൻ, പക്ഷെ ഡെഫിനിഷൻ ചെയ്യാൻ തരുന്ന സമയത്ത് പല ആളുകൾക്ക് ക്ലാരിറ്റി കുറയുന്നു. അപ്പം ഇങ്ങനെയുള്ള വാല്യൂഡേഷൻ സെക്ഷനിൽ വാട്ട് വി വിൽ ബി ഫോക്കസിംഗ് ഓൺ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി വാട്ട് എവർ മെറ്റീരിയൽ യു ഫോളോഡ്, ഈ 2026 മെയിൻസ് എഴുതുന്നവരാണ് ഞാൻ പറയുന്നത്, ഓൾറെഡി വാട്ട് എവർ മെറ്റീരിയൽ യു ആർ ഫോളോഡ് ദാറ്റ് ഈസ് ഇനഫ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിനകത്ത് ക്ലാരിറ്റി കൊണ്ടുവരികയും ആ ക്ലാരിറ്റിയോട് കൂടി ആൻസേഴ്സിലേക്ക് എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ വാല്യൂ അഡിഷൻ ക്ലാസ്സിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഈ ക്ലാരിറ്റി, പലർക്കും പല കോൺസെപ്റ്റിൽ ക്ലാരിറ്റി കുറവുണ്ട്, ആ ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തിങ്കേഴ്സ് മാത്രമല്ല, ഞാൻ നേരത്തെ നിങ്ങളെ വെയിറ്റേജ് കാണിച്ചു തന്നു. ഇപ്പൊ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ അതിലകത്ത് 3rd ചാപ്റ്ററിൽ തന്നെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അത് ബേസിക്കലി സോഷ്യോളജി അല്ല, അതെന്താണ് ബേസിക്കലി തിയറി, എങ്ങനെയാണ് സർവേ, എന്താണ് ഇന്റർവ്യൂ, അപ്പൊ റിസർച്ച് മെത്തഡോളജിയാണ്. അതിൽ നിന്ന് തന്നെ 3rd ചാപ്റ്ററിൽ തന്നെ 50ഓളം മാർക്ക് ഉണ്ട്. പക്ഷെ പൊതുവെ ആസ്പിറൻസ് എന്ത് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്റർ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ വർഷം ഡിസ്കസ് ചെയ്യണം. അതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചാപ്റ്റർ ഫസ്റ്റ് വാല്യൂഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന PYQ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ടാവും. സോ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ വി വിൽ ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് എന്താണ് അതിനുശേഷമുള്ള ഡിസ്കഷനിൽ നമ്മൾ എങ്ങനെ ആൻസർ ബെറ്റർ ആക്കി എഴുതാൻ പറ്റും, എങ്ങനെ വാല്യൂഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനോട് കൂടിയിട്ട് നിങ്ങളുടെ ആൻസേഴ്സിനെ നിങ്ങൾ ഇപ്പൊ എഴുതിയ ആൻസറിനെക്കാട്ട് ഒരു 2 മാർക്ക് 3 മാർക്ക് എക്സ്ട്രാ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ ഡിസ്കഷൻ വരുന്നത്. അതിനകത്ത് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, കുറച്ച് ആൻസേഴ്സ് നമ്മൾ ക്ലാസ്സിൽ എഴുതുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്, എങ്ങനെയാണ് ആൻസർ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ചാപ്റ്ററിന്റെയും വാല്യൂഡിഷനും ഓരോ ചാപ്റ്ററിന്റെയും അതുപോലെ തന്നെ എന്താണ് PYQ റൈറ്റിംഗ് സെഷൻസും ആൻസർ റൈറ്റിംഗ് സെഷൻസും ഉണ്ടാവും. ആ സെഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടെസ്റ്റ് വരുന്നു. ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസ് ആണ്. ഈ പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. അപ്പൊ ഈ PYQ എഴുതുന്നിടത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ എന്തേ നോക്കുന്നുണ്ടാവുള്ളൂ, ക്വാളിറ്റി ഓഫ് ദി ആൻസർ ആയിരിക്കും നമ്മൾ നോക്കുക. സോ മാക്സിമം ക്വാളിറ്റിയിൽ എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും. പക്ഷെ സെക്ഷണൽ ടെസ്റ്റ് വരുമ്പോൾ we will also try to write within the time limit. ആ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ എങ്ങനെ എഴുതാൻ പറ്റും, 3 മണിക്കൂറിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എഴുതി തീർക്കാൻ പറ്റും എന്നുള്ളതിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Then we will also focus on what are the valuation you should get into the answer writing. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത്, എങ്ങനെയൊക്കെ ഒരാൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കാം. സോ വാട്ട് എവർ ദ കണ്ടന്റ് യു ഹാവ് അറ്റ് പ്രസന്റ്, ആ കണ്ടന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ഒരു ആൻസറിലേക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്ഥലത്ത് കണ്ടന്റ് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെഷൻസിലൂടെ എന്ത് ചെയ്യും, വി വിൽ എൻഷുർ ദാറ്റ് കണ്ടന്റ് ഗ്യാപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആൻസറിൽ വരയ്ക്കാൻ പറ്റുന്ന ഫ്ലോ ചാർട്ടുകൾ, ഓക്കെ. സോ ഓരോ ഫ്ലോ ചാർട്ടുകൾ, അതേപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള പുതിയ തിങ്കേഴ്സിന്റെ സാധനങ്ങൾ, പുതിയ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സെഷൻസിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വറിയിടാവേണ്ട കാര്യമില്ല. ദെൻ അടുത്ത എന്ത് ചെയ്യുക, അതിന്റെ ഇംപ്രൂവ്മെന്റ് വെച്ച് അടുത്ത ടെസ്റ്റുകൾ എഴുതുക. സോ അഗൈൻ ദിസ് പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ്. സോ അൾട്ടിമേറ്റ്ലി എന്താണ്, ഇതൊരു റിപ്പീറ്റേഷൻ ഓഫ് മൊണോട്ടണസ് ടാസ്ക് ആണ്. ഓരോ ദിവസവും നമ്മൾ എഴുതുക. അടുത്ത 80 ദിവസം നമുക്കിനി മെയിൻസിലേക്ക് ലെസ് ദാൻ 80 ദിവസമാണുള്ളത്. ആ ദിവസങ്ങളെല്ലാം നമ്മൾ എന്താ ഈ ഒരു പ്രോസസ്സിലൂടെ കണ്ടിന്യൂസ്ലി പോവുകയായിരിക്കും ചെയ്യുക. അപ്പൊ ഓരോ ദിവസം we will try to make sure that making your answer better by better each day. So it may look monotonous, but this is ultimately giving to result, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ CW മിൽസ് എന്ന് പറയുന്ന തിങ്കർ ഉണ്ട്. CW മിൽസ് എന്താണ്? CW മിൽസ് പറഞ്ഞത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന്
പറഞ്ഞു കഴിഞ്ഞാല് അതായത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ജനറലായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം, ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം, അത് ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം അല്ലാതെ ഒരു സൊസൈറ്റിക്കൽ പ്രോബ്ലം ആയി കാണുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയാം അല്ലെ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെർക്കേം എന്താണ്, ഒരാൾ സൂയിസൈഡ് ചെയ്യാണ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിട്ട് തോന്നും. ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഒന്നെങ്കിൽ എന്തായിരിക്കും, ബ്രേക്കപ്പ് കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കടം കയറിയിട്ട് അല്ലെ സൂയിസൈഡ്, മണി ഇഷ്യൂ കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും. സോ ഇഫ് എ വൺ പേഴ്സൺ ഈസ് സൂയിസൈഡിങ് ദാറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം. But what if many people are suiciding in a country? For example, ഇന്ത്യയിൽ എന്താണ്, there is a suicide rate of almost എന്താണ് ഓരോ വർഷങ്ങളും 10 lakhന്റെ മുകളിൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു. That means there is an issue. So this is no more an individual issue, it is a public issue. So if you are able to see that perspective, so if you are able to see connected with നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഡെയിലി ആൻസർ ചെയ്യുന്നതും ഡെയിലി റിവിഷൻ ചെയ്യുന്നതും ഡെയിലി ടെസ്റ്റ് എടുക്കുന്നതും ഒക്കെ ഒരു മൊണോട്ടോണസ് ടാസ്ക് ആണ്. പക്ഷെ ഈ മൊണോട്ടോണസ് ടാസ്ക് ആണ് റിപ്പീറ്റഡ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഔട്ട്കമ്മിലേക്ക് വരുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ആൻസർ എഴുതുന്നുള്ളതല്ല. ഇവിടെയുള്ള ഓരോ ആൻസറും, ഒരു ടോപ്പറിന്റെ ആൻസറും പെർഫെക്റ്റ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഓൺലൈനിൽ കാണുന്ന ഒരു ആൻസറും പെർഫെക്റ്റ് ആൻസർ അല്ല. കാരണം ദീസ് ആർ ദ ആൻസേഴ്സ്, they were practiced. ഇതിനകത്തുള്ള ഇംപ്രൂവ്മെന്റ് വെച്ചിട്ട് they wrote the actual answer in the mains examination. That paper is not available outside in the website അല്ലെ. അപ്പം അതിനകത്ത് ബാക്കി എല്ലാ ആൻസറും എന്താണ്, ഇംപ്രൂവ്മെന്റിന് പോസിബിൾ ഉള്ള ആൻസേഴ്സ് ആണ്. അതിന്റെ ഫൈനൽ റിഫൈൻഡ് വേർഷൻ ആൻസർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവര് എക്സാമിനേഷൻ ഹോളിൽ എഴുതുക. സ്റ്റിൽ ദർ വിൽ ബി സം ഏരിയയിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ പറ്റും. അപ്പം പെർഫെക്ഷൻ എന്ന് പറയുന്നതല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ടാസ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ മുണ്ടൈൻ തിങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. അതിനകത്ത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസേഴ്സ്, നമ്മൾ വി വിൽ അച്ചീവ് ദി ആൻസർ റൈറ്റിംഗ് എക്സലൻസ് എന്നുള്ളതാണ്. സോ അതായിരിക്കും ബേസിക്കലി നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത 79 days എന്ന് പറയുന്നത് സോഷ്യോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഇറ്റ് വിൽ ബി ലൈക്ക് ദോസ് ആർ റൈറ്റിംഗ് മെയിൻസ്. സോ ദിസ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് പീരീഡ് അല്ല, ദിസ് ഇസ് എ വെരി റിഗ്രസ് പ്രോസസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും ഇനി അങ്ങോട്ട്. സോ പ്രോഗ്രാം ഒഫീഷ്യലി ഇന്ന് എന്ത് ചെയ്യാണ്, ബേസിക്കലി ലോഞ്ച് ചെയ്യാണ്. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് കണ്ടന്റിനുള്ള അഡീഷൻസ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് എഴുതാനുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും. സോ ഇറ്റ്സ് എ റിഗ്രസ് പ്രോസസ്. ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ബോറിംഗ് പ്രോസസ് ഓൾസോ, ബട്ട് ദിസ് ഈസ് ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ദ കൺസിസ്റ്റൻസിയിൽ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സക്സസിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ അവർ ടാർഗറ്റ് ഈസ് ടു റീച്ച് ടോപ്പ് 300 മാർക്കിന്റെ മുകളിലേക്ക്. സോ 300+ മാർക്ക് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ എല്ലാ ആളുകളിലും ബേസിക്കലി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് പോവുക. അപ്പം അത് തന്നെയായിരിക്കും ടാർഗറ്റ്. അതിനകത്ത് താഴെയുള്ള മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. സോ 300+. സോ വി വിൽ ഗീവ് അവർ ബെസ്റ്റ് ടു അച്ചീവ് ദാറ്റ്. സോ അങ്ങനെയായിരിക്കും നമ്മൾ സോഷ്യോളജി ടെസ്റ്റ് പോവുക. സോ നെക്സ്റ്റ് പ്രോഗ്രാം ബേസിക്കലി നമ്മൾ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ മുതൽ നിങ്ങൾക്ക് എന്താണ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ മൺഡേ മുതൽ ടെസ്റ്റ്. ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത് എന്താണ്, ജൂൺ 15 ആണ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത്. സോ ജൂൺ 15. അതേപോലെ തന്നെ ഈ വർഷം ത്രൂ ഔട്ട് ദ ടെസ്റ്റ് ബേസിക്കലി ഫീഡ്ബാക്കിന് തരാൻ വേണ്ടിയിട്ടും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്റെ കൂടെ കാജലും എന്ത് ചെയ്യുന്നുണ്ടാവും, അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ കാജൽ ആൻഡ് മീ വിൽ ബി ദെയർ ടു ലുക്ക് ആഫ്റ്റർ ദി എൻറ്റയർ ടെസ്റ്റ് സീരീസ് പ്രോസസ് ഫോർ 2026. സോ എസ്പെഷ്യലി എന്താണ്, നിങ്ങൾക്ക് രണ്ടുപേരെ കയ്യിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ഒരു ടോപ്പേഴ്സിന്റെ പെർസ്പെക്റ്റീവിലുള്ള വ്യൂസും ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള പെർസ്പെക്റ്റീവിലുള്ള വ്യൂസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേഷൻസും സാധനങ്ങളും ചെയ്യുക. അപ്പൊ ഒരാൾ മാത്രമല്ല ആൻസർ അയക്കുന്ന, മൾട്ടിപ്പിൾ ആളുകൾ ആൻസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ യു വിൽ ഗെറ്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്. സോ ദാറ്റ് again എൻട്രി, നിങ്ങളെ കണ്ടന്റ് എൻട്രി ചെയ്യാനും നിങ്ങളെ ക്ലാസ് ആൻസേഴ്സ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓരോ രീതി, ഓരോരുത്തർക്കും ഓരോ മോഡലിലായിരിക്കുമല്ലോ ആൻസേഴ്സ് കിട്ടുക. അപ്പം പലരുടെയും ലെവൽസിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ ആൻസേഴ്സ്. അപ്പൊ അതിനെങ്ങനെയായിരിക്കും ഇത് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക? അതായത് ക്ലാസ്സസിനകത്ത് നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ്. അതായത് ഇപ്പൊ ബേസിക്കലി ഇപ്പൊ സ്ട്രാറ്റിഫിക്കേഷന്റെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് അല്ലെ. സോ സ്ട്രാറ്റിഫിക്കേഷന്റെ വാല്യുവേഷൻ ക്ലാസ് ആയിരിക്കും. സോ ഹിയർ വി വിൽ ഡിസ്കസ് അബൌട്ട് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആസ് വെൽ ആസ് what Max said about stratification, Weber set of stratification, as well as the difference between stratification of Max and Weber. What is poverty, what is inequality, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്, എത്തിനിസിറ്റി ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ, ബയോളജിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, സോഷ്യോളജിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, ഫങ്ഷണൽ തിയറി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. സോ വി വിൽ ബി കവറിംഗ് എൻറ്റയർ
ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കോൺസെപ്റ്റൽ ക്ലാരിറ്റിയാണ് ഇവിടെ എൻഷുർ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഈ തിയറി എല്ലായിടത്തും എല്ലാ ബുക്കിലും സെയിം ആയിരിക്കും. ചില ബുക്കുകളിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, ചില ബുക്കിൽ അത്ര നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ വിൽ ബി ഹാവിംഗ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് അതിന്റെ ബേസ് ചെയ്ത PYQ ആൻസർ റൈറ്റിംഗ് വരുന്നത്. ഈ ആൻസർ റൈറ്റിംഗിനകത്ത് ബേസിക്കലി നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായിട്ട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ തന്നെ ആ ചാപ്റ്റർ മൊത്തം ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ റിവിഷൻ ചെയ്തു, രണ്ടാമത് എന്ത് ചെയ്യുന്നു, ബേസിക്കലി നിങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ രണ്ടാമത് കംപ്ലീറ്റ്ലി വീണ്ടും റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ആൻസർ വരുന്നു. ഈ ആൻസർ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും. ആദ്യം ക്ലാസ്സിൽ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും, നിങ്ങൾ ആൻസറിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം, എന്നിട്ട് ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യും. ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ എക്സിസ്റ്റിംഗ് സ്റ്റൈലിൽ നിന്ന് എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും അടുത്ത PYQ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിവ്യൂ എടുത്താണ് പോവുക. സോ അങ്ങനെ ബേസിക്കലി ഇംപ്രൂവ്മെന്റ് ആയിരിക്കും നമ്മൾ വരിക കേട്ടോ. ഓക്കെ ആണല്ലോ? ആടാ സോഷ്യോളജി ഓപ്ഷണൽ പേപ്പർ കഥ മൊത്തം കേട്ടിട്ട് അവസാനം സോഷ്യോളജി ഓപ്ഷണൽ പേപ്പർ GS ആണെന്ന് ചോദിച്ചാൽ സോഷ്യോളജി ഓപ്ഷണൽ പേപ്പറിനെ പറ്റിയുള്ള ഓറിയന്റേഷൻ ആണ് കേട്ടോ. അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പം ബേസിക്കലി എന്താണ് സോഷ്യോളജി? രാമായണം മൊത്തം കേട്ടിട്ട് രാമൻ സീതന്റെ ആരാന്ന് ചോദിക്കുന്ന പഴയ ചൊല്ല് വീണ്ടും പറഞ്ഞ് എന്നെ ബോറടിപ്പിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. ഓക്കെ, സോഷ്യോളജി ഓപ്ഷൻ്റെ ആണ് ആണോ? ഇടയ്ക്ക് വെച്ചാണ് വന്നത്. ഓക്കെ ഓക്കെ, ദേവി പറഞ്ഞു. Sir, ഇത് കുറച്ച് general question ആണ്. So you said that the process can be monotonous, mundane and boring. അപ്പൊ അത് there are times when I have also felt that. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ വീണ്ടും പുഷ് ബാക്ക് ചെയ്ത് തിരിച്ചു വരാൻ? Can you give a few tips for that? See, the process is monotonous. I mean that നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ വരുന്നു, പിറ്റേ ദിവസം PYQ എഴുതുന്നു, പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് വരുന്നു, PYQ എഴുതുന്നു, റിവ്യൂ എടുക്കുന്നു, മെന്റർഷിപ്പ് എടുക്കുന്നു. സോ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പ്രോസസ് ആയിരിക്കും. ഈ പ്രോസസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒന്ന് നമുക്ക് മോട്ടിവേറ്റ്, അത് ഈ പ്രോസസ്സിൽ സോഷ്യോളജിയുടെ സീരീസ് മാത്രമല്ല, എൻ്റയർ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ എല്ലാ ദിവസവും നമ്മൾ എന്താണ്, രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ 2-3 ആൻസർ എഴുതുന്നു, മെന്ററിനെ കാണുന്നു, റിവ്യൂ എടുക്കുന്നു, വീണ്ടും പഠിക്കുന്നു, വീണ്ടും ടോപ്പിക് തരുന്നു, കുറെ സെറ്റ് ബാക്ക് കിട്ടുന്നു. ആൻഡ് മെനി ടൈം വി വിൽ ഫീൽ ലൈക്ക് ഗിവിംഗ് അപ്പ്. നമുക്ക് തോന്നുന്നു ഇത് ഇട്ടേച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ആസ് ഫാർ ആസ് മൈ നോളജ്, ആസ് ഫാർ ആസ് മൈ എക്സ്പീരിയൻസ്, ആൻഡ് ഐ ഹാവ് ഡിസ്കസ് ഞാൻ കുറെ ടോപ്പേഴ്സിനെ കണ്ടിട്ട് കുറെ ടോപ്പേഴ്സിനെ മെന്റർ ചെയ്തിട്ടുണ്ട്. മൈസെൽഫ് ബീങ് ആസ്പിറന്റ് ആയിരുന്ന സമയത്തും ഒരു ടോപ്പേഴ്സും എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഗിവ് അപ്പ് ചെയ്യാത്ത ആളുകളല്ല. ദേ ഹാവ് ഗിവൺ അപ്പ് ദെയർ പ്രിപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ. ചില മെന്റർഷിപ്പിൽ സെഷൻസ് കഴിയുമ്പോൾ ചില ആളുകൾ കരഞ്ഞു പോയിട്ടുണ്ട്, കരഞ്ഞിട്ട് ഇവിടുന്ന് ഇത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞവരുണ്ട്. അപ്പം മെനി പീപ്പിൾ ആർ ആക്ച്വലി ഗിവൺ അപ്പ് ഇൻ ബിറ്റ്വീൻ. മെനി ടോപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഗിവൺ അപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് വാട്ട് മെയ്ഡ് ദ ഡിഫറൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഡേ മോർണിംഗ്, തലേന്ന് കരഞ്ഞു പോയി അവർ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ത് ചെയ്യും, വീണ്ടും ഒരു പ്രശ്നമില്ലാതെ സംഭവിച്ചല്ല, ഓക്കെ ലെറ്റ് മീ ട്രൈ വൺസ് മോർ എന്ന് പറഞ്ഞിട്ട് ദേ വിൽ കം ബാക്ക്. സോ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പ്രിപ്പറേഷൻ ആണെങ്കിലും എന്ത് ജേണി ആണെന്നുണ്ടെങ്കിലും എപ്പോഴും പറയുന്ന ഒരു ക്ലീഷേ സാധനമാണ്, ലൈഫ് ഈസ് നോട്ട് ലൈക്ക് ദിസ് ഓൾവേസ്. ലൈഫ് എന്താണ്, എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ തന്നെയായിരിക്കും, ഈ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൺലി തിങ് വാട്ട് യു ക്യാൻ ഡു എന്ന് പറയുന്നത്, ഈ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചില ദിവസം നിങ്ങൾ 8 മണിക്കൂർ പഠിക്കും, ചില ദിവസം അത് 3 മണിക്കൂറിലേക്ക് വരും, ചില ദിവസം വീണ്ടും 10 മണിക്കൂർ പഠിക്കും, ചില ദിവസം വീണ്ടും 2 മണിക്കൂറിലേക്ക് വരും. സോ ദിസ് വിൽ ഹാപ്പൻ. ബട്ട് ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് ദാറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ്, ഈ ലോയിലേക്ക് വരുന്ന ഈ ടൈം എടുക്കുന്ന, ഈ ഗ്യാപ്പിലേക്ക് താഴോട്ട് വന്ന് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം, ഈ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തായിരിക്കും, രാവിലെ നിങ്ങൾ ആലോചിക്കും, രാവിലെ നിങ്ങൾക്ക് നല്ല മൂഡായിരിക്കും, നിങ്ങൾ ഭയങ്കര എനർജി ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് മൂഡ് താഴോട്ട് വരും അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം മൊത്തം മൂഡ് 2 ദിവസം ചിലപ്പോൾ പോകും. ആ 2 ദിവസം പോവാതെ ഇറ്റ്സ് ഓക്കെ ടു കം ഡൗൺ, ബട്ട് ട്രൈ ടു കം ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. അതിലേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഫ്രം വേർ യു സ്റ്റാർട്ടഡ് ആൻഡ് വാട്ട് യു ഓൾ അച്ചീവ്ഡ് എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഇന്ന് നിൽക്കുന്ന പോയിന്റും നമ്മളെ ഡിഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ മതി. കാരണം ഇതിനകത്ത് നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. ഈ ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ പോയിന്റിലായിരുന്നു, ബട്ട് ഐ ആം നൗ ഹിയർ. ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രോഗ്രസ്, ഇറ്റ്സ് മൂവിംഗ് ഫോർവേഡ്. ഇറ്റ് മേ ബി ബിറ്റ് ബൈ ബിറ്റ് അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും, ലിറ്റിൽ ബിറ്റ് ആയിരിക്കും, ബട്ട് ദാറ്റ് ലിറ്റിൽ ബിറ്റ് അല്ലെങ്കിൽ ബിറ്റ് ബൈ ബിറ്റ് എന്നാണ്, ഇറ്റ് ഈസ് ആക്ച്വലി വർത്ത് ഇറ്റ്. അപ്പം നമുക്കൊരു പ്രോഗ്രസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന്റെ അർത്ഥം എന്താണ്, യു ആർ ഗെറ്റിംഗ് മോർ ക്ലോസർ ടു യുവർ ഡ്രീം. സോ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്തായാലും ഇവിടെ എത്തില്ല. പക്ഷെ ഓരോ ദിവസം ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇവിടെ എത്തുമല്ലോ.
അപ്പൊ സെൽഫ് അസസ്മെന്റ്, നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സാധനവും നെഗറ്റിവിറ്റി വരുന്ന ദിവസം എല്ലാ സാധനവും നമ്മൾ അങ്ങ് ചിന്തിക്കും. ഒരു ദിവസം തന്നെ എന്നെ കൊണ്ട് ഒരു ഗുണമില്ലാത്തവനാണ്, എനിക്ക് കഴിവില്ല, ഈ എക്സാമിൽ ഞാൻ പഠിച്ചിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ എന്താണ് എന്നെക്കാട്ടും മുന്നേ ഓപ്ഷനൊക്കെ കവർ ചെയ്തവരാണ്, ഞാൻ കവർ ചെയ്ത് തീർത്തിട്ടില്ല, എനിക്ക് ഇതിനുള്ള ഒരു കഴിവില്ല. സോ ദിസ് ഈസ് കോൾഡ് ഓവർ തിങ്കിങ്. This overthinking is actually happening inside your brain, and whatever happening inside your brain and outside reality നമ്മൾ എന്തല്ല, there is no relations എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും? You just take down a paper, write down whatever you are overthinking. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇടുക, എന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. Then find out what are the നിങ്ങൾ കൊണ്ടുള്ള 2 ഗുണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And always keep the first answer you wrote. And when you are in a doubt, take that first answer and compare your present answer. Yes, there is an improvement. There will be an improvement if you are writing an answer consistently. And ആരായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, യെസ്, ഐ എം ഗോയിങ് ഫർദർ, ഐ എം ഗോയിങ് മൂവേർഡ്, ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്സ് ടു ഗോ. ആൻഡ് ട്രൈ ടു റിമെമ്പർ ഓൾവേസ് വൈ യു സ്റ്റാർട്ടഡ് ദിസ് പ്രിപ്പറേഷൻ. അല്ലെ, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത പ്രിലിംസ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല, മെയിൻസിന് മാത്രം ജസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടല്ല, ഇന്റർവ്യൂ മാത്രം പോയിട്ട് വെറുതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. യു കെയിം ഫോർ ദിസ് എക്സാമിനേഷൻ ഫോർ എ സ്പെസിഫിക് ഗോൾ. അല്ലെ, എന്താണ്? സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. ഇൻ ദാറ്റ് യു നീഡ് ടു ഹാവ് എ സപ്പോസ് എ ഗോൾ. എന്താണ്? പ്രത്യേക സർവീസ് വേണം നിങ്ങൾക്ക് ഉണ്ടാവും, IPS IPS ഏതെങ്കിലും ഒരു സർവീസ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ സ്പെസിഫൈഡ് ഗോളിനാണ്. അൺടിൽ ആൻഡ് അൺലെസ് ആ ഗോൾ അച്ചീവ് ചെയ്യാത്തോളം കാലം ഈ ജേണി എന്താണ്? കണ്ടിന്യൂയിങ് ആണ്. സോ ദിസ് ഈസ് യുവർ ഡ്രീം. ആൻഡ് if you have a dream, pursuit of happiness, if you got a dream and you got to protect it, and never let anybody to tell that you are not worth to achieve that dream. So it is up to you to decide whether you are worth to achieve or not. അപ്പൊ ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് വരും, നമ്മളെ എല്ലാ മനുഷ്യന്മാരും ഡൗൺ ആവും, എല്ലാ മനുഷ്യരും. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എവരിവൺ, ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഭയങ്കര പോസിറ്റീവ് ഇതൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ രാവിലെ ഞാൻ ഇങ്ങനെ കിടക്കുന്ന അനുസരിച്ച് ഐ വിൽ ബി ഡൗട്ടഡ് അബൌട്ട് മൈ പർപ്പസ് ഓഫ് ലൈഫ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്റെ പർപ്പസ് എന്താണ് ജീവിതത്തിൽ, എന്റെ ബാക്കിയുള്ളത്, എന്റെ കൂട്ടുകാർ ചിലപ്പം എന്നെക്കാട്ടും വലിയ രീതിയിൽ എത്തിയിട്ടുണ്ടാവുമല്ലോ, ഞാൻ എവിടെ എത്തിയിട്ടില്ല. സോ ഐ വിൽ ബി തിങ്കിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഓക്കെ, എവരിബഡി ഈസ് ലൈക്ക് ദാറ്റ്, എവരിബഡി ഈസ് നോർമൽ. നമ്മളെ വിചാരം എന്താ വെച്ചാൽ നമുക്ക് മാത്രമേ തോട്ടുള്ളൂ എന്നാ. എല്ലാ ആളുകളും ലോകത്ത് ഇപ്പൊ ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചിലപ്പോൾ ചില ദിവസം ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും, ആ ട്രംപ് അണ്ണനൊക്കെ എന്ത് അടിപൊളിയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നു, എനിക്ക് അത്രയും പ്രശ്നങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്നില്ല, ഐ ആം നോട്ട് വർത്ത് ഇറ്റ് എന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് തോന്നിക്കൂടെ? അയാൾക്ക് അങ്ങനെ തോന്നാനുള്ള അവസരമില്ലേ? അപ്പൊ ശരിക്കും ബേസിക്കലി എല്ലാവരും എന്തെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ടാവും. മോഡിജി എന്താണ് മെലഡി ചേച്ചി എന്ത് ചെയ്യുന്നില്ല, മോഡിജിനെ ചില ദിവസം മൈൻഡ് ചെയ്യുന്നില്ല. സോ ഹി വിൽ ബി സാഡ്. Of course he will be sad. He cannot be always happy. People will be, sometimes there will be up and down. That is called emotions. It's happened because of that's why we are humans. We have emotions. And all the animals, everybody has emotions. Ellarku emotions undu, adevole namukku emotions undu. So understand that there is emotions. Understand that there will be up and downs. But reducing the gaps of downs, that is important. And remember that you are the main character of your own life എന്നുള്ളത് ഓർക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ അത് മറന്നു. അച്ഛനോ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അവരുടെ ഇമോഷൻ വെച്ച് നമ്മൾ ജീവിക്കും. നിങ്ങളെ കൂട്ടുകാരോ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അത് നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. ദാറ്റ് ഈസ് നോട്ട് യു. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങളെ പറ്റി എന്താ, നീ എവിടെ ഇതുവരെ സക്സസ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വിഷമിച്ച് നിങ്ങൾ നടക്കും. ദാറ്റ് ഈസ് നോട്ട് യു. ഹൂ യു ആർ, the person who understand, rather than blaming for victim avade, victimization cheyade, taking control of your own life. So things will be shit may happen in life, alle shit may happen in life, but a shit happen cheyunu or accept that, move on, and you will resolve that is shit ennulladana baaki cheyanullo ട്ടോ. And sometimes shit is also good എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? അപ്പൊ ബേസിക്കലി എന്താണ് പറഞ്ഞ സോഷ്യോളജി നിങ്ങൾ മാറിപ്പോയി, വേറെ സ്ഥലത്തെത്തിപ്പോയി. അപ്പൊ യു ക്യാൻ കം ബാക്ക് ശരി. ഇനി അതും പറ്റിയില്ലെങ്കിൽ contact your mentors, they will do something. Okay, വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് സെഷനിൽ കാണാം. ഓക്കെ, ശരിയല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. സാർ ഞാൻ ആൻസർ എഴുതി തന്നിരുന്നു, പക്ഷെ സാർ ചെക്ക് ചെയ്തില്ല. ഞാനത് ഇപ്പൊ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് വിളിച്ച് റിവ്യൂ തരാം കേട്ടോ. ഞാൻ കണ്ടായിരുന്നു ആൻസർ. നാളെ തരാം, നാളെ നമുക്ക് ഇരിക്കാം. ഓക്കെടാ.